പറയുന്നു. നമുക്കൊരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. കർത്താവ് നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തികളെ ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല, നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് നിങ്ങളും ഞാനും അത്ഭുതങ്ങൾ കാണുക തന്നെ ചെയ്യും, കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുഭവിക്കുക തന്നെ ചെയ്യും. നമുക്കൊരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. എല്ലാ മേഖലയിലും നമ്മളെ സഹായിക്കുന്ന ഒരു കർത്താവുണ്ട്, സകലത്തിലും നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവ് എല്ലാ മേഖലയിലും നമ്മളെ സാക്ഷ്യമാക്കി മാറ്റും. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം, നന്ദിയോടെ ദൈവത്തെ വാഴ്ത്താം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഇന്ന് മുന്നോട്ട് പോകാം. ആമേൻ. കർത്താവിൻ്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നും നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും അറ്റുപോയോടത്തും ഭാരപ്പെടരുതേ. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. തുടർമാനമായി കർത്താവിൻ്റെ വചനം കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചു. ഇന്നും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. വൻ കൃപകളാൽ ദൈവം നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നന്ദിയോടെ കർത്താവിനെ വാഴ്ത്താം. എല്ലാ മേഖലയിലും നമ്മളെ സഹായിക്കുന്ന കർത്താവുണ്ട്. നമുക്കൊരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശമില്ല. ദാരിദ്ര്യത്തിൻ്റെ ശാപത്തെ ക്രൂശിൽ നീക്കിയതുകൊണ്ട് കർത്താവിൽ ഞാൻ ബഹുസമ്പന്നനാണ്. ഞാൻ വാരി വീതറി കൊടുക്കും, ഞാൻ വായ്പ വാങ്ങത്തില്ല. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയും അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. ദൈവത്തിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് അത്ഭുതങ്ങൾക്കായി ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. ദൈവം നമുക്ക് വേണ്ടി വൻ കൃപകളാൽ നിറയ്ക്കുന്നതിനായി നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം, ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ വിശ്വാസത്തോടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം നിങ്ങൾക്ക് മുമ്പാകെ ഒന്ന് വായിക്കാം. തുടർച്ചയായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം ധ്യാനിച്ചു വരുന്നല്ലോ. അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു പറയുന്നു, യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവ് അത്രേ. സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നതും ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കേണ്ടത് അത്രേ. നോക്കിക്കോണം, യേശു ക്രിസ്തു പറയുന്നു, ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നത് ആകുന്നു. അവർ അവനോട്, കർത്താവേ, ഈ അപ്പവും ഞങ്ങൾക്ക് എപ്പോൾ തരും എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഓർത്തോണം, യേശു ക്രിസ്തു പറയുകയാണ്, മോശ നിങ്ങൾക്ക് എന്ത് ചെയ്തു? നിങ്ങൾ ആ വാക്കാണ് ആമേൻ ആമേൻ ഞങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, സ്വർഗസ്ഥനായ പിതാവ് അത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ മോശ എന്ന് പറയുന്ന പഴയ നിയമത്തിലെ മധ്യസ്ഥനെ പറ്റി യേശു ക്രിസ്തു പറഞ്ഞിട്ട് കർത്താവ് പറയുന്നു, സ്വർഗത്തിലെ അപ്പമോ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, അവർ അവനോട്, കർത്താവേ, ഈ അപ്പം എപ്പോഴും ഞങ്ങളുടെക്ക് തരണമേ എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവൻ വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. നോക്കിക്കോണം, എൻ്റെ അടുക്കൽ വരുന്നവൻ ഒരു നാളും എന്ത് ചെയ്യത്തില്ല, വിശക്കുകയില്ല, ദാഹിക്കുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും തള്ളിക്കളയത്തില്ല. നോക്കിക്കോണം, ഇത്രയും കാര്യങ്ങൾ യേശുക്രിസ്തു പറഞ്ഞു. നിങ്ങൾ നോക്കിക്കേ, എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും തള്ളിക്കളയത്തില്ല എന്ന് കർത്താവിൻ്റെ ഈ വചനം കേൾക്കുമ്പം
നിങ്ങളുടെ ഉള്ളത്തിൽ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ നമുക്ക് 100,000 കുറവുകൾ നമുക്ക് കണ്ടേക്കാം, 100,000 ബലഹീനതകൾ നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കർത്താവിൻ്റെ അടുക്കൽ വരുന്നവനെ യേശു കർത്താവ് ഒരു നാളും തള്ളിക്കളയുകയില്ല. ആമേൻ. ഇനി ഇവിടെ നോക്കിക്കോണം, യേശു ക്രിസ്തു പറയുന്നു, മോശ നിങ്ങൾക്ക് അപ്പം തന്നു. നമുക്കറിയാം അല്ലേ, മോശ മുഖാന്തരം ലഭിച്ച അപ്പം. ഇവിടെ യേശു ക്രിസ്തു പറയുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. നോക്കിക്കേ, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർ ചോദിക്കുന്ന വാക്ക് കണ്ടോ, അവർ അവനോട്, കർത്താവേ, ഈ അപ്പം എപ്പോൾ ഞങ്ങൾക്ക് തരും? നോക്കിക്കണം, ഈ അപ്പം എപ്പോൾ ഞങ്ങൾക്ക് തരുമെന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാർ ചോദിക്കുകയാണ്. എപ്പോൾ ഞങ്ങൾക്ക് ഈ അപ്പം ലഭിക്കും? ശ്രദ്ധിച്ചോണേ, കർത്താവിൻ്റെ ശിഷ്യന്മാർ ഏറ്റവും പ്രധാന ചോദ്യമാണ്, അവർക്ക് ഈ അപ്പം വേണം. എങ്ങനെ? ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജീവൻ്റെ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ വിശക്കുകയില്ല, ദാഹിക്കുകയില്ല എന്ന് പറഞ്ഞ് താഴേക്ക് വരുമ്പോൾ യേശുക്രിസ്തു പറയുന്നു, പുത്രനെ നോക്കിയിട്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് അവൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ഞാൻ അവൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇനി പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം ആകുന്നു എന്നവർ പറഞ്ഞതിനാൽ യഹൂദന്മാർ പിറുപിറുത്തു, ഇവൻ യോസേഫിൻ്റെ പുത്രനായ യേശുവല്ലയോ? അവൻ്റെ അപ്പനെയും അമ്മയും നാം അറിയുന്നുവല്ലോ, പിന്നെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നു എന്ന് പറയുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. യേശു ഒരു ഉത്തരം പറഞ്ഞത്, എന്നെ നിങ്ങൾ തമ്മിൽ പിറുപിറുക്കുന്നത്, എന്നെ അയച്ച പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രനിലേക്ക് വരുവാൻ കഴിയുന്നതല്ല, ഞാൻ ഒടുക്കത്തെ നാളിൽ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞു. ആമേൻ. എന്നിട്ട് വീണ്ടും പറയുന്നു, നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ചോണേ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഇപ്പം നിങ്ങൾ ഈ അപ്പം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ കഴിക്കുന്ന ഒരാഹാരമായിട്ട് അല്ലേ പെട്ടെന്ന് നമുക്ക് മനസ്സിലേക്ക് വരും. കാര്യം മോശ മുഖാന്തരം നൽകിയ നമുക്കറിയാം ആകാശത്തുനിന്നും കൊഴിഞ്ഞ മന്ന. ഇതിനെപ്പറ്റി പറയുന്നു, അടുത്ത വാക്യത്തിൽ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. എന്നിട്ട് വീണ്ടും താഴെ യേശു പറയുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. ആമേൻ. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാകാത്തതിൻ്റെ കാരണം, അല്ലെങ്കിൽ നമുക്ക് ആർക്കും ഇത് പെട്ടെന്ന് മനസ്സിലാകാത്തതിൻ്റെ കാരണം, നമുക്കൊരു യഹൂദ പശ്ചാത്തലം അറിയാത്തത് കൊണ്ടാണ്. യഹൂദന്മാരുടെ ഇടയിൽ പെസഹ ആചരിക്കുന്ന കാലങ്ങളിൽ, അല്ലെങ്കിൽ അവരുടെ പഴയ നിയമ പെരുന്നാളുകളിലൊക്കെയും ഇതേപോലെ പുളിപ്പില്ലാത്ത അപ്പം, അങ്ങനെ ഒത്തിരി അപ്പങ്ങളെ അവർ പരിചയപ്പെടുത്തും. അപ്പം ഈ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിനും ജീവനെയും കാണിക്കുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം, പഴയ നിയമത്തിൽ നമുക്ക് ആകാശത്തുനിന്ന് മന്ന കൊഴിച്ചു വിട്ടു. ആ മന്ന നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല അല്ലേ? നിങ്ങളിപ്പോൾ ആ പഴയ നിയമം വായിക്കുന്ന സമയത്ത് പുറപ്പാട് പുസ്തകത്തിൽ അവർ പെറുക്കിക്കൊണ്ട് വന്ന മന്ന എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവർക്കത് ശേഖരിച്ച് വെക്കാൻ കഴിയത്തില്ല. ഇത് പെട്ടെന്ന് കൃമിക്കരയായിപ്പോവും, അത് മുഴുവൻ നശിച്ചു പോകും. എന്നാൽ ഒരു സ്ഥലത്തു മാത്രം ആ മന്ന കേടുകൂടാതിരുന്നു. അത് നശിക്കാതെ കേടുകൂടാതിരുന്ന മറ്റൊന്നുമല്ല, അത് നിയമപ്പെട്ടകത്തിൻ്റെ അകത്താണ്. കൃപാസനത്തിലെ നിയമപ്പെട്ടകത്തിൻ്റെ അകത്ത് എന്ത് ചെയ്തു? അത് കേടുകൂടാതെ മന്നയിട്ട് വെച്ച പൊൻപാത്രം എന്ന് ബൈബിളിൽ പറയുന്നു. അപ്പം അതുമാത്രം കേടുകൂടാതിരിക്കുന്നു. അപ്പം ഇത് മോശ മുഖാന്തരം ലഭിച്ചതാണ്. അപ്പോൾ വീണ്ടും ഇവരുടെ മനസ്സിലേക്ക് ഈ അപ്പം, അവർ ചോദിക്കും, ഞങ്ങൾക്കും ഈ അപ്പം വേണം. അപ്പോൾ യേശു പറയണം, ഞാനാകുന്നു അപ്പം. നോക്കിക്കേ, ഞാനാകുന്നു അപ്പം. നിങ്ങൾ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ട്, നോക്കിയാൽ ഈ അപ്പത്തെപ്പറ്റി പറയുന്നത്, ആ അപ്പത്തിൻ്റെ പ്രത്യേകത, മന്ന തിന്നിട്ട് നിങ്ങൾ മരിച്ചുവല്ലോ, ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാകുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? മരുഭൂമിയിൽ പഴയ നിയമ കാലഘട്ടത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ ആകാശത്തു നിന്നും മരുഭൂമിയിൽ അവർക്ക് മന്ന മോശ മുഖാന്തരം ഉളവായി അല്ലേ? അത് കഴിച്ചവരെല്ലാം എന്ത് ചെയ്തു? പിന്നത്തേത് അവർ കനാൻ ദേശം പ്രാപിച്ചവരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. അവരെല്ലാം മരിച്ചുപോയി. അവരെല്ലാവരും ഈ മരിച്ചു പോവാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്ക് ആർക്കും നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ പറ്റിയില്ല. ആ അപ്പം ഭക്ഷിച്ചവരാരും നിത്യജീവനിലേക്ക് പോയില്ല. എന്നാൽ യേശു പറയുന്നു, ഇതോ ഞാൻ പറയുന്നു, എന്നെ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പം. അപ്പം യേശുവിനെ ഭക്ഷിച്ചാൽ നമുക്ക് നിത്യജീവനിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ അപ്പം എന്ന് പറയുന്നത് യേശുവാകുന്നു. അപ്പോൾ യേശുവിനെ എങ്ങനെയാണ് ഭക്ഷിക്കുന്നത് ഒന്ന് പറഞ്ഞു. നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തിയോ അപ്പമോ ഒക്കെ നമുക്ക് വാഗൊണ്ട് ചവച്ചരച്ച് ഭക്ഷിക്കാൻ പറ്റും. ഇനി ഇസ്രായേൽ ഉണ്ടാക്കിയ എല്ലാ പെസഹ അപ്പം, പുളിപ്പില്ലാത്ത അപ്പം, എല്ലാ അപ്പവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭക്ഷിക്കാൻ പറ്റും. യേശുവിനെ എങ്ങനെ ഭക്ഷിക്കാൻ പറ്റും ഒന്ന് പറ.
എങ്ങനെ യേശുവിനെ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ പറ്റും? ആമേൻ. നമ്മൾ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം പഠിച്ചപ്പോൾ ആദ്യം പറഞ്ഞല്ലോ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തിൻ്റെ കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം മനുഷ്യരൂപത്തിൽ വന്നു, അത് യേശുവാണ്. അപ്പോൾ യേശു വചനമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞു ഞാൻ അപ്പമാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ യേശു സാക്ഷാൽ വചനമാകുന്നു. അപ്പോൾ വചനത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭക്ഷിക്കുവാൻ പറ്റും. എങ്ങനെ? വചനത്തെ ബൈബിളിൽ പറഞ്ഞു, വചനം നിങ്ങൾക്ക് സമീപമായും നിങ്ങളുടെ ഹൃദയത്തിലും ഇരിക്കുന്നു, നിങ്ങളുടെ നാവിലും ഇരിക്കുന്നു. അപ്പോൾ ദൈവവചനത്തെ നമുക്ക് ഭക്ഷിക്കുന്നതിലൂടെ എങ്ങനെയാണ് ഭക്ഷിക്കുന്നത് നമുക്ക് പറഞ്ഞു തരാം. യേശു പറയുന്നു, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു, ഈ അപ്പം തിന്നുന്നവനൊക്കെയും എന്നേക്കും ജീവിക്കും. നോക്കിക്കേ, എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനുള്ള അപ്പമോ ലോകത്തിന് ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്നു, എൻ്റെ മാംസമാകുന്നു. ആകയാൽ യഹൂദർ നമുക്ക് മാംസം തിന്നേണ്ടതിന് തരുവാൻ എന്നെ കഴിക്കുന്നു തമ്മിൽ വാദിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് വീണ്ടും യേശു പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മനുഷ്യൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ അവന് ജീവനില്ല. അപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പം യഹൂദന്മാർക്കൊരു ഞെട്ടലുണ്ടായി. അപ്പോൾ യേശുവാകുന്ന മനുഷ്യ ശരീരത്തിൻ്റെ മാംസങ്ങളെ അടർത്തിയെടുത്ത് യേശുവിൻ്റെ രക്തത്തെ കുടിച്ച് യേശുവിൻ്റെ ശരീരത്തെ എങ്ങനെയാണ് ഭക്ഷിക്കുന്നത്? ഇവർ ഞെട്ടിപ്പോയി. ലോകത്തിൽ ഏതൊപ്പവും നമുക്ക് ഭക്ഷിക്കാൻ പറ്റും, പക്ഷേ ഒരു മനുഷ്യ ശരീരം എങ്ങനെ ഭക്ഷിക്കാൻ പറ്റും? യേശു സ്വയം പറയുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നു, എൻ്റെ മാംസം തിന്നുകയും, നോക്കിക്കേ, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവർക്ക് നിത്യ ജീവനുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വന്നോ? യേശുവിൻ്റെ മാംസം തിന്നുമ്പം നിത്യജീവനുണ്ട്. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഒരു വ്യക്തിക്ക് നിത്യജീവൻ കിട്ടണമെങ്കിൽ നമ്മൾ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം പഠിച്ചായിരുന്നു. ഒരു വാക്യത്തിൽ നിത്യജീവനെ പറ്റി ആദ്യം പറയുന്ന സ്ഥലം എവിടെയാണെന്ന് ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? നിത്യജീവനെ പറ്റി ആദ്യം പറഞ്ഞ സ്ഥലം ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? ഓർമ്മയുണ്ടോ? യോഹന്നാൻ 2. യോഹന്നാൻ 2-ലാണോ? ബാക്കി ഒന്ന് പറഞ്ഞേ. 3-ാം അധ്യായത്തിന്റെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ. അപ്പൊ യേശുവിന്റെ മാംസം നമ്മൾ ഭക്ഷിക്കുന്നത് എങ്ങനെയാണ്? വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനുണ്ട്. അപ്പം വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ടെന്ന് യോഹന്നാൻ 3:16 പറഞ്ഞെങ്കിൽ 54-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വിശ്വസിക്കുന്നവർ. യേശുവാകുന്ന, എപ്പോഴും ഓർത്തോണം, യേശുവാകുന്ന വചനം, യേശു വചനമാണ്. നമ്മൾ യേശുവിനെ ഭക്ഷിക്കുകയാണ്. വചനം നിങ്ങൾ കൈക്കൊള്ളുമ്പോൾ, അതുകൊണ്ടാണ് റോമർ 10:10 പറഞ്ഞത്, യേശുവിനെ കർത്താവെന്ന് നാം വായ്കൊണ്ട് ഏറ്റു പറയുമ്പം നമ്മൾ യേശുവിനെ ഭക്ഷിക്കുന്നു. യേശുവാകുന്ന വചനത്തെ നാം ഭക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ വചനമെല്ലാം കാണാപ്പാഠം പഠിക്കുമ്പോൾ, വചനമെല്ലാം വിശ്വസിക്കുമ്പോൾ നിങ്ങളകത്ത് വചനം ഭക്ഷിക്കുകയാണ്. വചനം ഭക്ഷിക്കുമ്പോൾ വചനത്തിൻ്റെ അകത്തിരിക്കുന്ന സകല ഗുണങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ, ശരീരത്തിൽ, നിങ്ങളുടെ ആത്മാവിൽ, ദേഹിയിലെല്ലാം അതിനെ എഫക്റ്റ് വന്നുകൊണ്ടിരിക്കും. ഇനി നോക്കിക്കേ, യേശു പറഞ്ഞ എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവർക്ക് നിത്യജീവനുണ്ട്. ഒടുക്കത്തെ നാളിൽ ഞാൻ അവരെ ഉയർപ്പിക്കും. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണമാകുന്നു. നോക്കിക്കേ, അപ്പം നോക്കിക്കേ, യേശു പറയാണ് എൻ്റെ മാംസം, യേശുവിൻ്റെ ശരീരം. അപ്പോൾ യേശുവിൻ്റെ ശരീരത്തെ ബൈബിൾ തന്നെ പറയുന്നു, നിങ്ങൾ നോക്കിക്കേ, അത് മാംസമാണ്. ഇനി നോക്കിക്കേ, യേശുവിൻ്റെ മാംസമായ യേശുവിൻ്റെ ശരീരത്തെ നമ്മൾ ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനീയമാകുന്നു. എന്നിട്ട് പറഞ്ഞ് എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവർ അവനിൽ ജീവനുണ്ട്. ഇതിൻ്റെ ഒരു സൈനാണ് നമ്മൾ കർത്താവിൻ്റെ തിരുമേശ എടുക്കുന്നത്. നോക്കിക്കേ, 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ 23-ാം വാക്യത്തിൽ നിന്ന് നോക്കിക്കേ, യേശുക്രിസ്തു പറഞ്ഞ, കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം. അപ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ മേശ എടുക്കുന്ന സമയത്ത് എന്താ പറയുന്നത്, ശരീരവും രക്തവും നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ, അതൊരു റൊട്ടിയോ ബണ്ണോ എന്തു ആയിക്കോട്ടെ, അതൊരു വീഞ്ഞോ അല്ലെങ്കിൽ ജ്യൂസോ എന്തു ആയിക്കോട്ടെ, അതേ നോക്കിക്കൊണ്ട് ആ ശുശ്രൂഷിക്കുന്ന ആൾ പറയുകയാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള യേശുവിൻ്റെ ശരീരമാകുമെന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ ബേക്കറിയിൽ നിന്ന് കൊണ്ടുവന്ന ഏതോ ബോർമയിൽ നിർമ്മിച്ച ഒരു ബണ്ണും ഏതോ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ച വീഞ്ഞും അല്ലേ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഓർമ്മയാണ് പ്രിയരേ.
എന്താ ഈ ഓർമ്മയെന്നറിയാവോ? നാം യേശുവിനെ ഭക്ഷിച്ചിരിക്കുന്നു എന്ന്. നമ്മൾ യേശുവിനെ ഭക്ഷിച്ച് നിത്യജീവൻ പ്രാപിച്ചവരാ. ആദ്യം നമ്മൾ പറഞ്ഞില്ലേ, മരുഭൂമിയിൽ മന്ന കഴിച്ച് അവർ നശിച്ചുപോയി. അവർക്ക് കനാൻ ദേശത്ത് കുറച്ച് പേർക്ക് കയറാൻ പറ്റി, നിത്യജീവനിൽ പോകാൻ പറ്റിയില്ല. എന്നാൽ നമ്മൾ നിത്യജീവൻ കൈവശമായി ലഭിച്ചവരാണ്. യേശു പറഞ്ഞില്ലേ, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. ആമേൻ. കാരണം നിങ്ങളിപ്പോൾ യേശുവിനെ ഭക്ഷിച്ചിരിക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, കർത്താവ് പറയുന്നു, ഈ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നു, എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയം. അപ്പോൾ നിങ്ങൾ പല ആൾക്കാരും ഈ കർത്താവിൻ്റെ തിരുമേശ എടുക്കുന്ന സമയത്ത് ആളുകൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ആ തിരുവത്താഴം, കത്തുറുമേശ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു ശുശ്രൂഷ യഥാർത്ഥത്തിൽ അതൊരു ഓർമ്മയാണ്. പലരും പറയാറുണ്ട്, ബ്രദറെ, ഞാൻ കർത്താവിൻ്റെ മേശ എടുത്തപ്പോൾ എനിക്ക് സൗഖ്യം നടന്നു, കർത്താവിൻ്റെ തിരുമേശ എടുത്തപ്പോഴേക്കും എനിക്ക് എൻ്റെ രോഗം മാറി, എൻ്റെ ബുദ്ധിമുട്ട് മാറി, എൻ്റെ പല പ്രശ്നങ്ങളും മാറി, എനിക്ക് ഭയങ്കര അത്ഭുതമുണ്ടായി. അപ്പോൾ പല ആൾക്കാരും ഓർക്കും, ഈ ബണ്ണും വീഞ്ഞും കഴിച്ചപ്പോൾ എങ്ങനെയാണ് അത്ഭുതം എന്ന് പറയാൻ പറ്റുമോ? ഈ കേവലം ഒരു ബണ്ണും ഓർമ്മയെന്ന്, ചിലപ്പോൾ നിങ്ങളായിരിക്കും ആ ബണ്ണും വീഞ്ഞും മേടിച്ചത് കൊണ്ടുവന്ന്, നിങ്ങളായിരിക്കും അവിടെ കൊണ്ട് കൊടുത്തത് ആ പ്രാർത്ഥനയിൽ. പക്ഷെ അത് പ്രാർത്ഥിച്ച് ശുശ്രൂഷിച്ചപ്പോൾ, അത് കഴിച്ചപ്പോൾ എങ്ങനെയാണ് അവിടെ അത്ഭുതം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എങ്ങനെയായിരിക്കും? കർത്താവിന്റെ ശരീരവും കർത്താവിന്റെ രക്തവും നമ്മൾ ഭക്ഷിച്ച് വിശ്വാസത്തോടെ കഴിക്കുമ്പോൾ അത് അത്ഭുതമായി തീരും. അതാണ് ഉത്തരം. പലപ്പോഴും പല ആൾക്കാരും കർത്താവിൻ്റെ മേശയാണ് അത്ഭുതമായിട്ട് കിടന്നത്. അല്ല, പകരം ആരാണോ അത് വിശ്വസിച്ചത്, നിങ്ങളുടെ അകത്തേക്ക് വന്ന യേശുവാകുന്ന ജീവൻ്റെ അപ്പത്തെ ഞാൻ ഭക്ഷിച്ചിരിക്കുന്നു എന്ന് ആരാണോ അത് നമ്മുടെ ഓർമ്മയ്ക്കായിട്ട്. നോക്കിക്കേ, യേശുക്രിസ്തു പറയുന്നത് കണ്ടോ, ഇത് കാണുമ്പോൾ, ഇത് ചെയ്യുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ ജീവിതത്തിൽ ഒരു 10-20 വർഷം മുമ്പ് നിങ്ങൾ ഒരു ആൽബം, പഴയ നിങ്ങളുടെ കുടുംബത്തിലൊരു ആൽബം കണ്ടുകിട്ടിയെന്ന് വിചാരിച്ചു. നിങ്ങൾ കുടുംബത്തിൽ ഒരു 20 വർഷം പഴക്കമുള്ളൊരു ആൽബം കണ്ടുകിട്ടി. ആ ആൽബം എടുത്തു നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, 20 വർഷങ്ങൾക്ക് മുമ്പ് ആ ഫോട്ടോ എടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഓർമ്മകളിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ടോ? ആ ഫോട്ടോ കാണുമ്പോൾ അതൊരു വികാരവും നമുക്കില്ലേ? നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് അങ്ങനെ? ആ ഒരു ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാലത്തിലേക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ചെറു ചിരിയോടെ നമ്മൾ പോകത്തില്ലേ ആ ഫോട്ടോ കാണുമ്പോൾ ആ കാലഘട്ടത്തിലേക്ക്? നമ്മൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് പെട്ടെന്ന് പോകുമല്ലേ? ആ ഒരു ഫോട്ടോ കാണുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഓർമ്മയുണ്ടാകും. ഇത് തന്നെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ മേശ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ഓർക്കും, അയ്യോ, ഇത് യേശുവിൻ്റെ ശരീരത്തെ ഞാൻ ഭക്ഷിച്ചിരിക്കുവാണല്ലോ. അയ്യോ, എൻ്റെ അകത്ത് ജീവനുണ്ട്, നിത്യജീവനുണ്ട്. ഈ ശരീരത്തെ ഭക്ഷിച്ചതുകൊണ്ട് ഞാൻ ഒരു നാളും നശിച്ചു പോകത്തില്ല. യോഹന്നാൻ 3:16 നമ്മൾ വായിച്ചില്ലേ? അതുകൊണ്ട് ഞാൻ ഒരു നാളും നശിച്ചു പോകത്തില്ല. ഇന്ന് നോക്കിക്കേ, എന്നിട്ട് യേശുക്രിസ്തു പറയുന്ന വാക്കുകൊണ്ട് യോഹന്നാൻ 6 പറയുന്നു, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവരിൽ ഞാൻ അവനിൽ വസിക്കുന്നു. കണ്ടോ? യേശു നിങ്ങളിൽ വസിക്കുന്നു. അപ്പോൾ ഇനി നോക്കിക്കേ, ഇത് നിങ്ങൾ കർത്താവിൻ്റെ മേശ എടുക്കുമ്പം ഒരിക്കലും ചിന്തിക്കരുതേ, പല ആൾക്കാർ ഓർത്തുകൊണ്ടിരിക്കുന്നത് അത് ഭക്ഷിച്ചപ്പോൾ എനിക്കൊരു അതുകൊണ്ട് പലരും കർത്താവിൻ്റെ മേശ ഒരു വിഗ്രഹമായി കാണുന്നവരുണ്ട്. കർത്താവിൻ്റെ തിരുമേശയെ ഭയങ്കരമായൊരു ആരാധന വിഗ്രഹമായി കാണുന്നതുകൊണ്ട് ഒരിക്കലും അല്ല പ്രിയരെ, ഒരാരാധന വിഗ്രഹമല്ല അത്. പകരം നിങ്ങളുടെ അകത്തേക്ക് നിങ്ങളുടെ വിശ്വാസത്തിനെ ഉറപ്പിക്കുന്ന ഒരു ഓർമ്മയാണ് കർത്താവിൻ്റെ മേശ. അതൊരു കുറവല്ല കേട്ടോ, അത് വലിയൊരു മഹത്വമേറിയ ശുശ്രൂഷയാണ്. അതിനെ നിങ്ങളൊരിക്കലും ഒരു ബണ്ണിനെയോ വീഞ്ഞിനെയോ നിങ്ങളൊരു വിഗ്രഹമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അല്ല, പകരം അനുദിനം എൻ്റെ ജീവിതത്തിൽ അത് നോക്കിക്കേ, നിങ്ങൾ ആ വാക്യം കൊണ്ടോ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ. എന്താ എൻ്റെ ഓർമ്മ എന്നറിയാവോ? യേശു എന്നിൽ വസിക്കുന്നു. അയ്യോ, യേശു എൻ്റെ കുടുംബത്തിലല്ല, യേശു എൻ്റെ ശരീരത്തിൽ വസിക്കുന്നു. യേശു വസിക്കുന്നുവെങ്കിൽ യേശു ഉള്ളോടത്ത് പരിശുദ്ധ ആത്മാവുണ്ട്. പരിശുദ്ധ ആത്മാവ് ഉള്ളോടത്ത് സാക്ഷാൽ സ്വർഗത്തിലെ ദൈവം കൊണ്ടാണ് എല്ലാവരിൽ ഇരിക്കുന്നവൻ, എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നവൻ, എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവനല്ലോ എന്ന് ബൈബിളിൽ പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു നിങ്ങളിൽ വസിക്കുമ്പോൾ ബൈബിൾ പറയുന്നു കർത്താവിൻ്റെ, അപ്പോൾ ഇത് നിങ്ങൾ എല്ലാ ദിവസവും ഈ കർത്താവിൻ്റെ മേശ കാണുമ്പോൾ നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യണം. അടുത്ത വാക്ക് കണ്ടോ, ജീവനുള്ള പിതാവ്
എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. പല ആൾക്കാരും ഓർത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ ഈ സാത്താൻ ആരാധനക്കാർ കർത്താവിൻ്റെ തിരുമേശയെ കട്ടുകൊണ്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വലിയ വിഷയങ്ങൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ അവിടെ ശുശ്രൂഷയ്ക്ക് വെച്ചുകൊണ്ടിരുന്ന ആ ഒരു അപ്പവും വീഞ്ഞും എടുത്തുകൊണ്ട് സാത്താൻ്റെ ആരാധനക്കാരെടുത്തുകൊണ്ട് പോയതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല അവിടെ. കാര്യം അവർ വിശ്വസിക്കുന്നില്ല പ്രിയരെ. അവരത് വിശ്വസിക്കുന്നില്ലാത്തടത്തോളം കാലം അവർക്കത് കൊണ്ടുപോയത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. അപ്പം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞാൻ കണ്ടിരിക്കുന്ന പല ആൾക്കാരും കൊണ്ട്, അയ്യോ ബ്രദറെ, കർത്താവിൻ്റെ ഈ തിരുമേശ ശുശ്രൂഷയിൽ വെച്ചിരുന്ന അപ്പവീഞ്ഞുകളെ സാത്താൻ്റെ ആരാധനക്കാർ കട്ടുകൊണ്ട് പോയി, അത് ഭയങ്കര വിഷയം. പ്രിയരെ, വിശ്വസിക്കുന്നവർക്ക്, നിങ്ങളെ വാക്ക് കണ്ടോ, വിശ്വസിക്കണം. ഇത് കർത്താവിൻ്റെ തിരുവത്താഴം ആരാണോ വിശ്വസിച്ചത് അവർക്കുള്ള ഓർമ്മയാണത്. ഞാൻ വീണ്ടും പറയുന്നു, ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. എങ്ങനെയാണ് കർത്താവിൻ്റെ തിരുമേശ ഭക്ഷിക്കുമ്പോൾ സൗഖ്യങ്ങൾ നടക്കുന്നത്? പല ആൾക്കാരും പറയും, ബ്രദറെ അത് കഴിച്ചപ്പോൾ എൻ്റെ രോഗം മാറി. അതിൻ്റെ കാര്യം എന്നറിയാവോ? ഇത് നിങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ഓർക്കുക. ഞാൻ പറഞ്ഞല്ലോ, 25 വർഷം മുമ്പ് നിങ്ങളുടെ വീടിൻ്റെ അകത്ത് എടുത്തൊരു ഫോട്ടോയ്ക്കകത്ത് അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ടിരിക്കുന്ന കുഞ്ഞുനാളിലൊരു ഫോട്ടോ പെട്ടെന്ന് കണ്ടപ്പോഴേക്കും നിങ്ങൾക്ക് ആ 25-30 വർഷത്തിലേക്ക് പുറകോട്ട് പോകാൻ പറ്റിയില്ലേ? ഒരു ചെറിയ ചിരി വന്നില്ലേ? അണ്ട ദിവസം നിങ്ങൾക്കുണ്ടായ ആ ഒരു സന്തോഷകരമായ ഒരു ഇൻസിഡൻറ്റ് പെട്ടെന്ന് നിങ്ങൾക്ക് ഞൊടിയിടയിൽ ഓർമ്മ വന്നില്ലേ? ഒരു സന്തോഷം ഉണ്ടായില്ലേ? ഒരു മനസ്സിൻ്റെ അകത്തൊരു ഇമോഷൻ വന്നില്ലേ? ഒരു സങ്കടവും സന്തോഷവും എല്ലാം കൂടെ വന്നില്ലേ ഇത് കണ്ടപ്പം? ഇത് തന്നെയാണ് കർത്താവിൻ്റെ മേശ കാണുമ്പോൾ എന്നെ ഓർമ്മപ്പെടുത്തു, അയ്യോ ഈ ശരീരം ഇതുപോലെ നുറുക്കപ്പെട്ടത് എൻ്റെ രോഗം സൗഖ്യമാകുവാൻ വേണ്ടിയാണ്. കണ്ടോ, അത് പെട്ടെന്ന് നിങ്ങളുടെ അകത്തൊരു ഓർമ്മയും വിശ്വാസവുമാണ്. അങ്ങനെ വിശ്വസിക്കുമ്പോൾ പെട്ടെന്ന് രോഗം മാറും. അപ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നതെന്നറിയാവോ? അയ്യോ ഞാനിത് ഭക്ഷിച്ചപ്പോൾ എൻ്റെ അകത്ത് സൗഖ്യമുണ്ടായി. പ്രിയരെ, ഭക്ഷിച്ചപ്പോൾ മാത്രമല്ല, നിങ്ങൾ വിശ്വസിച്ചു. നിങ്ങളാ വാക്ക് കണ്ടോ? ഇവിടെ നിങ്ങളെ വാക്ക് കണ്ടോ? 1 കൊരിന്ത്യർ വാക്യം കണ്ടോ? നിങ്ങൾ ഈ രക്തം കുടിക്കുകയും ഈ അപ്പം ഭക്ഷിക്കുകയും ഈ രക്തം പാനം ചെയ്യുകയും ചെയ്യുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായിട്ട്. അപ്പോൾ ആ അപ്പത്തിന് വല്ല പ്രത്യേകതയുണ്ടോ? ഇല്ല. അങ്ങനെ വചനം പറയുന്നു, ഈ അപ്പം നിങ്ങൾ തിന്നുകയും പാനപാത്രം കുടിക്കാതിരിക്കുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം എൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. 2 കാര്യമാണ്. യേശു വരുവോളം നമ്മളെ ഓർമ്മപ്പെടുത്തുവാണ്. ഇതെല്ലാം ഓർമ്മയാണ് പ്രിയരെ. ഓർമ്മയെന്ന് പറഞ്ഞാൽ എൻ്റെ അകത്ത് ആ ബോധത്തെ കൊണ്ടുവരികയാണ്. ഞാൻ ക്രിസ്തുവിൽ ആരാന്നുള്ള ബോധം, ക്രിസ്തുവിൽ ഞാൻ ആരാന്നുള്ള ബോധം. ഒരിക്കലും കർത്താവിൻ്റെ മേശ നമുക്കൊരു വിഗ്രഹമല്ല, പകരം കർത്താവിൻ്റെ മേശ എന്നെ ഓർമ്മപ്പെടുത്തുവാണ്. ഇതേപോലെ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ആമേൻ. അതുകൊണ്ട് ഇനി സാത്താൻ വർഷിപ്പുകാരെടുത്തുകൊണ്ട് കട്ടുകൊണ്ട് പോയാലും പേടിക്കൊന്നും വേണ്ട. അത് കൊണ്ടുപോയിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. ഇപ്പം ഞാൻ പറയാം, സാത്താൻ്റെ ആരാധനക്കാർ ബൈബിള് കട്ടുകൊണ്ട് പോയി, വല്ലോ ഗുണം പറ, നിങ്ങൾ പറ, സാത്താൻ്റെ ആരാധനക്കാർ നിങ്ങളിരിക്കുന്ന ബൈബിള് കട്ടുകൊണ്ട് പോയി, വല്ലോ ഗുണമുണ്ടോ അവർക്ക്? ഇല്ല. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ബൈബിള് കൊണ്ട് ഗുണമുള്ളൂ. നിങ്ങൾ പോലും ബൈബിൾ വീട്ടിൽ മേടിച്ചു വെച്ചിട്ട് നിങ്ങളത് വിശ്വസിക്കുന്നില്ല എങ്കിൽ ആർക്കും അതിന് പ്രയോജനമില്ല. അപ്പോൾ കർത്താവിൻ്റെ മേശ എന്ന് പറയുന്നത് ബൈബിൾ, നിങ്ങൾ ഈ വചനത്തിൻ്റെ മുഴുവൻ ഓർമ്മയാണ്. യേശു പറഞ്ഞു, നോക്കിയേ, ഞാൻ ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അയ്യോ, കേട്ടെ, യേശുവിനെ ഭക്ഷിച്ചവൻ. നിങ്ങളുടെ ശരീരത്തിൽ എത്ര രോഗബന്ധന, ഏത് പ്രതികൂലമായിക്കോട്ടെ, കർത്താവിൻ്റെ മേശ നിങ്ങൾ എടുക്കുന്ന സമയത്തല്ല, നിങ്ങൾ ഈ വചനം കേൾക്കുന്ന സമയത്ത് പറയണം, ഇവിടെ നോക്കിക്കേ, പിതാവ് എന്നെ അയച്ചിട്ട്, യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ പിതാവ് മൂലം ജീവിച്ചതുപോലെ. യേശു എങ്ങനെയാണ് പിതാവ് മൂലം ജീവിച്ചത്? അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കും. ആമേൻ. അപ്പോൾ യേശു മുഖാന്തിരം നിങ്ങൾ ജീവിക്കും. എങ്ങനെ? ഇപ്പോൾ നിങ്ങൾ പറയണം, നിങ്ങളൊരു പ്രശ്നത്തിൻ്റെ അകത്ത് അകപ്പെടുമ്പോൾ ഇവിടെ നിങ്ങൾ പറയണം, ഞാനല്ല ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്, യേശുവാണ്, സ്വർഗസ്ഥനായ പിതാവാണ് ഈ വിഷയത്തെ എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, എൻ്റെ പ്രശ്നത്തെ ഞാനല്ല കൈകാര്യം ചെയ്യുന്നത്. ഈ വചനപ്രകാരം പറ. പിതാവായ ദൈവം യേശു ക്രിസ്തുവിലൂടെയാണ് ഞങ്ങളാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. പറഞ്ഞോട്ടെ. ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് ഞങ്ങളല്ല, യേശുവാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇനി മുതൽ അങ്ങനെ പറയണം. ശരീരത്തിന്റെ അകത്ത് രോഗം വരുമ്പോൾ ഉടനെ പറയണം, ഈ രോഗത്തിന് എന്നെ ജയിക്കാൻ പറ്റത്തില്ല, കാരണം എന്നിൽ പിതാവായ ദൈവവും യേശു ക്രിസ്തുവും പരിശുദ്ധ ആത്മാവും വചനമാക്കി എന്നിൽ ജീവിക്കുന്നു.
ഞാൻ പിതാവ് മൂലം ജീവിക്കും. നോക്കിക്കേ, യേശു പറഞ്ഞ ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഹല്ലേലൂയ. അപ്പം യേശു മുഖാന്തരം ജീവിക്കും. പറയണം, എത്ര പ്രതിസന്ധി വന്നാലും പറയണം, ഞാൻ യേശുവിനെ ഭക്ഷിച്ചത് കൊണ്ട് എൻ്റെ അകത്ത് യേശു വസിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഉദാഹരണം പറയാം. ഇപ്പം ജോലിക്ക് പോകുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്ന എത്ര പേരുണ്ട്? ജോലിക്ക് പോകുമ്പോൾ ആഹാരം കഴിച്ചിട്ട് പോകുന്ന എത്ര പേരുണ്ട്? ഉണ്ടോ ഇല്ലയോ? അത് വെറുതെ പോകണം നിങ്ങൾ? ഇനി ഭക്ഷണം കഴിക്കാതെ പോയാലോ? പ്രത്യേകിച്ച് കട്ടിപ്പണി ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും, കട്ടിപ്പണി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയത്തില്ലല്ലേ? ഒരു 7 മണി 8 മണി 9 മണി 10 മണി വരെയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമായിരിക്കും. കുറേ കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങും അല്ലേ? കഠിന ജോലി ചെയ്യുന്ന സമയത്തിന്, കഠിന ജോലി എന്ത് ജോലി ആയിക്കോട്ടെ, ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങും, വിശപ്പ് കൊണ്ട് നമ്മുടെ വയറ് കത്താൻ തുടങ്ങും അല്ലേ? കാര്യം എനർജി ലഭിക്കുന്നില്ല, നിങ്ങൾക്ക് ആ വിഷയം കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇതേ ഉദാഹരണം നോക്കിക്കേ, ജീവനുള്ള പിതാവ് യേശുക്രിസ്തു മുഖാന്തരം ജീവിച്ചതുപോലെ, അതായത് ബൈബിൾ പറയുന്നു, എത്ര പ്രതിസന്ധി വന്നാലും യേശു ക്രിസ്തു അതിനെല്ലാം ജയിച്ചത് എങ്ങനെയാ? ഞാൻ ജീവിക്കുന്നത് പിതാവ് മൂലമാണ്. അപ്പം എന്നെ ഭക്ഷിക്കുന്നവൻ ഇതേപോലെ യേശു ജീവിച്ചതുപോലെ ഞാനും ജീവിക്കും. പ്രതിസന്ധിക്കകത്ത് നിന്നുകൊണ്ട് തളർന്നു പോകണ്ട, പകരം പറയണം, ഞാൻ ഇതിനെ അതിജീവിക്കും. കാര്യം എൻ്റെ അകത്ത് സ്വർഗസ്ഥരായ പിതാവിൻ്റെ ജീവനുണ്ട്, യേശു ക്രിസ്തു എന്നിൽ വസിക്കുന്നു. ഇതാണ് കർത്താവിൻ്റെ മേശ എടുക്കുമ്പോൾ ഓർക്കേണ്ടത്. അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? വേറെ ഒന്നും ചിന്തിക്കാൻ പോകരുത്. കർത്താവിൻ്റെ മേശ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഇനി നോക്കിക്കേ, ഇനി നിങ്ങൾ കർത്താവിൻ്റെ ആ തിരുമേശ നോക്കിക്കേ. ആ വണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്ത് ഇതെൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. നോക്കിക്കേ, ഇതെൻ്റെ പാത്രമെടുത്ത് ഇത് രക്തത്തിൽ പുതിയ നിയമമാകുന്നു, കുടിക്കുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഇത് ഓർക്കുവാനുള്ളതാണ് കർത്താവിൻ്റെ മേശ. ഇത് ഓർക്കുവാനുള്ളതാണ് കർത്താവിൻ്റെ മേശ. ഇപ്പം നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ അകത്തൂടെ കടന്നു പോകുന്ന സമയം ഞാൻ ഉദാഹരണം പറയും, നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട്, കുടുംബത്തിലെ വിഷയം, നിങ്ങളുടെ ജീവിതത്തിൽ വിഷയം, എവിടെ നോക്കിയാലും വിഷയങ്ങൾ ഇങ്ങനെ ഭാരപ്പെട്ട്, എൻ്റെ കർത്താവെ ഞാൻ എന്നാ ചെയ്യുമെന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തായിരിക്കും കർത്താവിൻ്റെ തിരുമേശ ശുശ്രൂഷ നിങ്ങൾ കാണുന്നത്. പെട്ടെന്ന് കാണുമ്പം ഇതെന്തുവാ നടക്കുന്നത്? അവിടെ നിന്ന് ബ്രദർ വിളിച്ചു പറയുകയാണ്, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി ഞാൻ അപ്പമെടുത്ത് സ്വോത്രം ചൊല്ലി നുറുക്കി നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമെന്ന് പറയും. പെട്ടെന്ന് അയ്യോ, ഈ ശരീരത്തെ ഞാൻ ഭക്ഷിച്ചതാണല്ലോ. എങ്ങനെ? റോമർ 10:10 പറഞ്ഞു, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റു പറയുകയും ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഞാൻ ഭക്ഷിച്ച ആളാണല്ലോ. അപ്പോൾ ഇത് ഭക്ഷിച്ച ആളുടെ മനസ്സിൽ പെട്ടെന്നൊരു മിന്നായം. അടുത്ത വാക്യത്തിൽ പറയുന്നു, അങ്ങനെയെങ്കിൽ യേശു എന്നിൽ വസിക്കുന്നു. അടുത്തത്, അങ്ങനെയെങ്കിൽ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ പിതാവ് മൂലം ജീവിച്ചതുപോലെ എന്നെ ഭക്ഷിച്ചവൻ ഞാൻ മുഖാന്തിരം ജീവിക്കും. ഇത് കേട്ടപ്പോൾ പെട്ടെന്നൊരു ബലം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന വിഷയത്തെ ഇനി കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഞാനല്ല, പിതാവായ ദൈവമത്രേ, അതായത് സൈന്യങ്ങളുടെ യഹോവയത്രേ. ആമേൻ. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് പ്രിയരെ, നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. കർത്താവിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. പലപ്പോഴും നമ്മൾ കർത്താവിൻ്റെ മേശയിലേക്ക് വരുമ്പോൾ അവിടെ എല്ലാം പോയി നമ്മുടെ കുറവുകളും നമ്മുടെ കഴിവില്ലായ്മയും എല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് അതങ്ങോട്ട് ഭയങ്കരമായൊരു സങ്കട കടലാക്കുക നമ്മൾ. ഇത് ധൈര്യപ്പെടേണ്ട ശുശ്രൂഷയാണ്, ഇത് ശക്തിപ്പെടേണ്ട ശുശ്രൂഷയാണ്, ഇത് ഓർമ്മപ്പെടേണ്ട ശുശ്രൂഷയാണിത്. നിങ്ങൾ ആരാന്നുള്ള ബോധത്തിലേക്ക് വരേണ്ട ശുശ്രൂഷയാണ് കർത്താവിൻ്റെ മേശ എന്ന് പറയുന്നത്. ഇതാണ് യേശു പറഞ്ഞ വാക്യം കൊണ്ട്, എന്നെ തിന്നുന്നവൻ അവനിൽ നിത്യജീവനുണ്ട്. അടുത്ത വാക്യത്തിൽ പറയുന്നു, ജീവിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു. കണ്ടോ, ഇത്രയും നേരം പറഞ്ഞത് കർത്താവ് പറയുക, ഇത്രയും നേരം പറഞ്ഞത് ആത്മാവും ജീവനുമായ വചനമാകുന്നു. ആമേൻ. എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞു. വിശ്വസിക്കാത്തവർ ഇന്നവരെന്ന് തന്നെ കാണിച്ചു കൊടുക്കുന്ന ഇന്നവെന്നും യേശു ആദ്യം മുതലേ അറിഞ്ഞിരുന്നു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കലേക്ക് വരുവാൻ കഴിയത്തില്ല. കണ്ടോ, ഇത് ബ്രദർ വിളിച്ചുകൊണ്ട് വന്നതല്ല നിങ്ങളെ ആരെയും.
കർത്താവ് കൊട്ടി നിങ്ങൾ നോക്കിയ കൃപ ലഭിച്ചിട്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്, യേശു ക്രിസ്തുവിലേക്ക് വന്നിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ നോക്കിക്കേ, അതിനടുത്ത വാക്യത്തിൽ പറയുന്നു, അവർ പന്തിലൂടെ നിങ്ങൾ എന്നിട്ട് പറയുന്നു, അന്ന് മുതൽ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. കുറേ പേര് ഇത് കേട്ടപ്പോഴേക്കും പിൻവാങ്ങിപ്പോയി. യേശു അവരോട് പറഞ്ഞത്, നിങ്ങൾ പൊയ്ക്കൊള്ളുക, പോവാൻ മനസ്സില്ലയോ എന്ന് ചോദിച്ചു. ശിമോൻ പത്രോസ്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. ആമേൻ. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. നിത്യജീവൻ്റെ വചനങ്ങൾ നിങ്ങളിലുണ്ട്. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നിങ്ങളുടെ അകത്ത് ജീവൻ വ്യാപരിക്കുന്നു. നന്ദി പിതാവേ. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവരെല്ലാം ഒന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. ഓ യേശുവേ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടട്ടെ. ഓരോ വ്യക്തികളെയും പരിശുദ്ധാത്മാവേ അങ്ങ് തൊടുന്നല്ലോ, അങ്ങ് സ്പർശിക്കുന്നല്ലോ. അങ്ങയുടെ നാമമഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നല്ലോ. ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, ദൈവം നമ്മുടെ കൂടെയുണ്ട്, ദൈവം നമ്മുടെ കൂടെയുണ്ട്, ദൈവം നമ്മളെ കൈവിടത്തില്ല. ഓ യേശുവേ, ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ ഉള്ളത്തെ കർത്താവ് പറയുന്നൊരു ക്ലാര എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ. ക്ലാര എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരാൺ തലമുറയെ ഞാൻ കാണുന്നു. ആൺ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 26 എന്ന് പറയുന്നൊരു സംഖ്യ ഞാൻ കർത്താവിൽ കാണുക. അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് സ്വീകരിച്ചോണേ. ദൈവം വ്യക്തിയുടെ മേൽ സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. സകലവിധ വ്യക്തിയുമായിട്ട് ക്ലാരയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണേ. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ ദൈവപ്രവർത്തികളെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. അങ്ങയുടെ വലിയ മഹത്വത്തെ ഇന്ന് അങ്ങ് വെളിപ്പെടുത്തുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അങ്ങയുടെ വലിയ കൃപ ഇന്നവിടെ ചൊരിയുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവെ, അങ്ങയുടെ സാക്ഷ്യം ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ. പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഓ ചേച്ചിയുടെ വർത്താനം. നന്ദി യേശുവേ, നന്ദി കർത്താവെ. അങ്ങ് ഞങ്ങളെ ദേവദാസം പറഞ്ഞു അടുത്ത് എന്താ ജനമേ നിങ്ങൾ ഇങ്ങനെ കേൾക്കാത്തത്? ഞാൻ നിങ്ങളോടൊക്കെ മാപ്പ് പറഞ്ഞ് ക്ഷമ ചോദിച്ചു പറയുക ഓൺ ചെയ്ത് എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യുന്നു. ഞാൻ പറയുന്നില്ല, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൻ്റെതാണ് കൂട്ടായ്മ. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ. ദൈവാത്മാവ് എല്ലാ കാര്യത്തെയും നമുക്ക് ഓർഡറാക്കട്ടെ. നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് കർത്താവെ, അങ്ങ് സഹായിക്കുന്ന ഞങ്ങളുടെ വൻ കൃപയ്ക്ക് നന്ദി പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവ്, ഇന്ന് ഓരോ വ്യക്തികളെയും അങ്ങ് സ്പർശിക്കുന്നല്ലോ, ഓരോ വ്യക്തികളെയും അങ്ങ് തൊടുന്നല്ലോ. അവരുടെ കുടുംബത്തിൻ്റെ മേൽ ദൈവം ഞങ്ങളുടെ പ്രവൃത്തിക്കായിട്ട് നന്ദി പറയുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ ഈ സനലെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തെ കർത്താവ് കാണിക്കുക. സനലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. സനലുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണേ. കർത്താവ് ഇന്ന് ആ ഭവനത്തെ സനല് മകനുള്ളതാരും ഇപ്പൊ പറഞ്ഞ് സനല് മകനുള്ള ഇന്ന് ഒരു നിമിഷം സിസ്റ്റർ, ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളത്തെ കർത്താവ് പറയുന്നു. സനലിനെ ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവൻ്റെ അടഞ്ഞ ഭാവി തുറന്നു വരട്ടെ. അവൻ്റെ ജീവിതത്തിൽ കർത്താവ് വലിയ നിരാശ പ്രവേശിച്ച് എങ്ങോട്ട് പോകണമെന്നറിയാതെ അവനെ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്ന, അവനെ നിശ്ചലമാക്കി നിർത്തിയിരിക്കുന്ന സകല അതിരുകളെയും ഞങ്ങളിപ്പോൾ പൊട്ടിച്ചു വിടുന്നപ്പോൾ പിശാചിൻ്റെ പ്രവൃത്തികൾ ഇപ്പോൾ ആ കുടുംബം വിട്ട് ആ വ്യക്തിയിൽ നിന്നും അഴിഞ്ഞു മാറി സമാധാനം എന്നവിടെ ഉണ്ടാകട്ടെ. വലിയൊരു സ്വസ്ഥത ഉണ്ടാകാൻ വേണ്ടി പോകട്ടെ സിസ്റ്ററെ. എനിക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജൂൺ മാസം കർത്താവ് ഇങ്ങനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. വലിയൊരു ദൈവത്തിൻ്റെ പ്രവൃത്തി അവൻ്റെ ശരീരത്തിൽ സംഭവിക്കുക. സനലുമായി ബന്ധപ്പെട്ട് ജൂൺ മാസം എന്നെ എടുത്ത് കാണിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവിൻ്റെ ഒരു സാക്ഷ്യം അവൻ്റെ മേൽ തുറക്കാൻ വേണ്ടി പോകട്ടോ. സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? ഇന്ന് സനലിന് വേണ്ടി പ്രാർത്ഥിച്ചോണേ. വലിയൊരു പ്രവൃത്തി ഇന്ന് അവൻ്റെ മേൽ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജൂൺ മാസം ഇങ്ങനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ വലിയൊരു സാക്ഷ്യം അവനുമായിട്ട് ആ മാസത്തിന് വലിയൊരു ബന്ധമുള്ളതായിട്ട് കാണിക്കുക. കർത്താവിൻ്റെ വലിയൊരു ജൂൺ മാസവുമായിട്ട് എന്നാ ബന്ധമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് വലിയൊരു പ്രവൃത്തി ഇന്ന് അവിടെ സംഭവിക്കുക.
ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിൻ്റെ വലിയ കൃപ ഇന്ന് അവിടെ സംഭവിക്കുന്നല്ലോ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ പറഞ്ഞോണം, എൻ്റെ അകത്ത് യേശുവിൻ്റെ ജീവനുണ്ട്. യേശുവിൻ്റെ ജീവനുള്ളത് കൊണ്ട് കർത്താവിൽ വിശ്വസിക്കുന്ന എൻ്റെ അകത്ത് യേശുവിൻ്റെ ജീവൻ വസിക്കുന്നത് കൊണ്ട് ഇന്ന് രോഗത്തോട് വിളിച്ചു പറ, ഞാൻ ജീവിക്കുമെന്ന് പറ. നീ മാറും, രോഗമേ നീ മാറും. യേശു പിതാവായ ദൈവം എന്നിൽ വസിക്കുന്നത്. ഞാൻ യേശുവിനെ ഭക്ഷിച്ച വ്യക്തിയാണ്. ഞാൻ യേശു മുഖാന്തരമാണ് ജീവിക്കുന്നത്. ഏത് രോഗത്തിനാണ് നിങ്ങളെ ജയിക്കാൻ പറ്റുന്നത്? ഇതാണ് കർത്താവിൻ്റെ മേശ നിങ്ങൾ ദിവസവും ഭക്ഷിക്കണമെന്ന് പറയാൻ കാരണം. മനസ്സിലായി? ഈ ഓർമ്മയിൽ വാഴണം നമ്മൾ. ജീസസ് ക്രൈസ്റ്റ്. യേശുവേ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവേ, 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 ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. മെയ് മാസം 13 ജനിച്ച ആൺ തലമുറയുള്ള ആരെങ്കിലും ഇപ്പോൾ സൂമിൽ കേൾക്കുന്നുണ്ടോ? അഥവാ ലൈവിലാണെന്ന് എനിക്കറിയത്തില്ല. മെയ് മാസം 13 ജനിച്ച ഒരു തലമുറ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാൻ ആ തലമുറയ്ക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തെ കർത്താവ് നിയോഗം തരുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ദുഷ്ടൻ്റെ ആശ നശിച്ചു പോകും, അവൻ പല്ല് കടിച്ചുരുകിപ്പോകുമെന്നാണ് പറഞ്ഞത്. ആ തലമുറയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. ഇന്ന് ഭാവിയെ ദൈവം തുറക്കാൻ വേണ്ടി പോവാം. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലെസ് ചെയ്യുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ അങ്ങ് തൊടുന്നല്ലോ. അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികൾ അവിടെ സംഭവിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ അങ്ങ് തൊടുന്നല്ലോ. അങ്ങ് അവരുടെ ജീവിതത്തിൽ സകല മേഖലകളെയും അങ്ങ് അത്ഭുതമാക്കുന്നല്ലോ. എല്ലാറ്റിൻ്റെ മേലും ദൈവമേ അങ്ങ് പ്രവർത്തിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ സമയത്ത് കർത്താവിൻ്റെ പ്രവൃത്തി, ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. 6 മാസത്തിൻ്റെ അകത്ത് ഒരു വീടിൻ്റെ വലതുവശം ഇറങ്ങി വരുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് നിന്നിരുന്ന ഒരു പ്ലാവ് പോലത്തെ ഒരു മരം, അത് വെട്ടി നീക്കിയ ഒരു ഭവനം, അതൊരടയാളം കാണിക്കും കേട്ടോ. ഭവനത്തെ ഒരടയാളം കാണിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ഭവനമാണ്. ഞാൻ ആ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കും. ഇതൊരു ഓട്ടോ ഇങ്ങനെ ആ ഭവനത്തിലോട്ട് ഇങ്ങനെ കയറി വരികയും ഇറങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. അതിങ്ങനെ ഞാൻ കാണുന്ന കുറേ പാക്കറ്റുകളുമായിട്ട്, അതായത് കട്ടിയുള്ള ഒരു ലഗേജുകളുമായിട്ട് അതിൻ്റെ അകത്തോട്ട് വരികയും അതിനുശേഷം അവിടെ നിന്ന് പോകുകയും ചെയ്യുന്നൊരു കാഴ്ച ഈ കഴിഞ്ഞ സംഭവത്തിൽ ഈ പറയുന്ന സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്ലാവ് വെട്ടിക്കളഞ്ഞ സമയമായിട്ട് ബന്ധപ്പെട്ട് നടന്നതാണ്. ഞാൻ ആ ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവിനോട് പറയുന്നു, ആ കുടുംബത്തിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഈ അടയാളം സംഭവിച്ച ഭവനം ഏതാണോ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണം. ഞാൻ ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ വലിയൊരു കുരുക്കിൻ്റെ അകത്ത് കിടക്കുക. പ്രത്യേകിച്ച് ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ എത്ര സാമ്പത്തികം നിങ്ങളുടെ കയ്യിലോട്ട് കയറി വന്നാലും അത് മൊത്തം ചേതറിപ്പിച്ച് ഏതെങ്കിലും രീതിയിൽ, പ്രത്യേകിച്ച് എപ്പോഴും ഹോസ്പിറ്റലുകളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പോകാം. ഈ ഓട്ടോറിക്ഷയിലാണ് മിക്കപ്പോഴും പോകുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ഹോസ്പിറ്റലിൽ. ഇന്ന് ആ കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുക. യേശുവിൻ്റെ എത്ര നന്മ വന്നാലും അത് മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. പ്രത്യേകിച്ച് ഈ സ്ഥലത്തെ അവകാശമാക്കി കിട്ടാതിരിപ്പാൻ തക്കവണ്ണം മല്ല് പിടിക്കുന്ന സകലതും ഇപ്പോൾ വിട്ടുമാറുന്നു. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടതാ ആരാണോ പറയാൻ വേണ്ടിയാണ്. ഇപ്പൊ പറഞ്ഞ പോലെ എന്റെ വീടിന്റെ വലതുവശത്ത് പ്ലാവ് വെട്ടി മാറ്റിയതാണ്. സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാശുകൾ ഹോസ്പിറ്റലിലായി, നന്മകൾ കംപ്ലീറ്റ് ചോർന്നു പോവാ. പാസ്റ്റർ പറഞ്ഞത് കറക്റ്റാണ്. ഇന്നത് ഏറ്റെടുത്തോട്ടെ. കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി ഇന്നിവിടെ സംഭവിക്കാൻ വേണ്ടി പോവാ. സിസ്റ്റർ, ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ ഒരു മിനിറ്റ് സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ സഹോദരിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്ന സിസ്റ്ററെ സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഭവനത്തിലോട്ട് വരുന്നതായിട്ട് ഞാൻ കാണുക. ഇപ്പോൾ അത് ആ ആലോചനയുമായിട്ട് ബന്ധപ്പെട്ട ഏത് വ്യക്തിയാണോ സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഭവനത്തിലേക്ക് വരുന്നൊരു കാഴ്ച ഞാൻ കാണുക. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തി ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഇപ്പോൾ പറഞ്ഞു. പാസ്റ്റർ, ഈ പ്രശ്നം കാരണം പാസ്റ്റർ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു വിഷയം കാരണം ഞങ്ങളിത് ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ സ്ഥലം ഞാൻ വിൽക്കാനായിട്ട് ഇങ്ങനെ
ആലോചിക്കുവാണ്. അതിന് ഞാനിങ്ങനെ പലരോടും പറഞ്ഞിരിക്കുകയാണ്. ആ സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങൾക്ക് നന്മകൾ കംപ്ലീറ്റ് ചോർന്നു. പാസ്റ്റർ പറഞ്ഞല്ലോ, ഞാൻ ഓട്ടോറിക്ഷയ്ക്കാണ് സ്ഥിരം വരികയും പോവുകയും ചെയ്യുന്നത്. എപ്പോഴും ഓട്ടോറിക്ഷ വരികയും പോവുകയും ചെയ്യുന്ന വീടാണ്. ആം, ആ, പറഞ്ഞതൊക്കെ കറക്റ്റാണ്. അത് ഞാൻ ഈ കാരണം ഞാനത് വിൽക്കാനായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുവാണ് ആ ദൈവത്തിൻ്റെ ഒരു വീട്. പ്രവൃത്തി ഇഷ്ടം, അത് വിറ്റിട്ടും കാര്യമില്ല. നമ്മുടെ വിഷയം നമ്മുടെ പുറകിൽ നിന്ന് മാറത്തില്ല. ഞാനിത് അത് പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ കർത്താവ് തന്നെ എന്നെ ഒരു കുരുക്കാ, ഞാൻ ഭയങ്കര കുരുക്കാ. ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണക്ട് ചെയ്യുന്നതായിട്ട് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു വ്യക്തിയെ ബന്ധപ്പെടുത്തി ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു നന്മയ്ക്ക് വേണ്ടി ഒരുക്കാൻ പോകാന്ന് പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആ പേരൊന്ന് കുറിച്ച് വെച്ചോണേ. സുരേഷ് ആ എന്ന് പറയുന്ന എന്ത് ഒരു വ്യക്തി. ചെയ്യണമെന്ന് അറിയാൻ പാടില്ല ഈ സ്ഥലത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ ഇങ്ങനെ സിസ്റ്ററെ ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം ഇന്ന് ആ വിഷയത്തിൻ്റെ മേലൊരു നീക്കുപോക്ക് ചെയ്യും. ഇപ്പോൾ അങ്ങനെ ആരെങ്കിലും, ഇപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഇല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യുക, ആ പേര് നോട്ട് ചെയ്യുക, ആ പേര് എഴുതി വെക്കുക. അങ്ങനെ ഒരു വ്യക്തി മുഖാന്തരം ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടും. ഇനി ആ സുരേഷ് എന്ന് പറഞ്ഞു. സുരേഷിനെ ഓർക്കുന്നില്ല. പിന്നെ ഇല്ലെങ്കിൽ ആ പേര് നോട്ട് ചെയ്ത് വെക്കുക. ആ സുരേഷുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം ഇത്രയും കാര്യം കർത്താവ് അടയാളം വെളിപ്പെടുത്തിയല്ലോ. നിങ്ങളുടെ വീടിൻ്റെ കറക്റ്റാ പറഞ്ഞത് മുഴുവൻ കറക്റ്റാ. ഓട്ടോറിക്ഷയാണ് വരുന്നത്, അത് കറക്റ്റാ പറഞ്ഞു. ഇത് കേട്ടെ. ഈ പ്ലാവ് വെട്ടിക്കളഞ്ഞതും 6 മാസത്തിൻ്റെ അകത്ത് സംഭവിച്ചതും ഒക്കെ ഞങ്ങൾ അറിയാൻ വല്ല വഴിയുണ്ടോ സിസ്റ്ററെ? ഇല്ല. അങ്ങനെയെങ്കിൽ ഈ സുരേഷ് എന്നുള്ള പേര് കുറിച്ച് വെച്ചോണേ. ആ വ്യക്തിയെ ദൈവം ഒരു അത്ഭുതമാക്കി, ചിലപ്പോൾ നമ്മുടെ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ നന്മയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. ആ പേര് കുറിച്ച് വെച്ചോണം. അത് വരുമ്പോൾ ഓർത്തോണം, അത് ദൈവത്താൽ അയക്കുന്നതാണ്. അത് ദൈവാനുഗ്രഹമായി ദൈവം മാറ്റും കേട്ടോ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പിന്നെയും പ്രാർത്ഥിച്ചു. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നേ, ശരീരത്തിൽ കൈവച്ച് പറഞ്ഞുകൊണ്ടിരുന്നേ, ആ രോഗത്തോട് പറഞ്ഞ് ഞാൻ ജീവിക്കുമെന്ന് പറയും. യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോയി കിട്ടുന്ന പൈസ മുഴുവൻ മരുന്ന് മേടിച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പറ്റത്തില്ല. ബൈബിൾ പറഞ്ഞ യേശുവിനെ ഭക്ഷിച്ച്, യേശു അകത്ത് വസിച്ചാൽ രോഗത്തിന് വസിക്കാൻ കഴിയത്തില്ല. കൽപ്പിച്ച് യേശു എൻ്റെ അകത്ത് വസിച്ചാൽ രോഗത്തിന് ഒന്നെങ്കിൽ യേശു അല്ലെങ്കിൽ രോഗം. അതുകൊണ്ട് യേശു എൻ്റെ അകത്തുള്ളത് തെളിവെന്തുവാ? കർത്താവിൻ്റെ മേശ എന്നോട് പറയുന്നു, യേശുവിനെ ഞാൻ ഭക്ഷിച്ചിരിക്കുന്നു, യേശു എന്നിൽ വസിച്ചിരിക്കുന്നു, സ്വർഗസ്ഥനായ പിതാവ് മൂലമാണ് ഞാൻ ജീവിക്കുന്നത്. ഇത്രയും തെളിവുണ്ട്, ഇത്രയും ഉറപ്പുണ്ട്. അതുകൊണ്ട് രോഗത്തോട് പറ, ഇന്ന് എൻ്റെ അത്ഭുതം കൈവച്ചു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിലെ രോഗശക്തികൾ നിങ്ങളുടെ ശരീരം വിട്ട് മാറുകയാണ്. രോഗബന്ധനങ്ങൾ ശരീരം വിട്ട് മാറുകയാണ്. രോഗശക്തികൾ, രോഗാത്മാക്കൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ശരീരം വിട്ട് ഇറങ്ങിപ്പോവുകയാണ്. പൂർണ്ണ സൗഖ്യം, പൂർണ്ണ സൗഖ്യം, പൂർണ്ണ സൗഖ്യം ദൈവം നിങ്ങളുടെ മേൽ കൽപ്പിക്കുക. ഈ സമയത്ത് ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നോണമേ. ശരീരത്തിൻ്റെ അകത്ത് ആ വേദനകളുള്ളവർ കൈവച്ച് പ്രാർത്ഥിച്ച് വരുന്ന ചെക്ക് ചെയ്ത് എന്താണോ കഴിയാത്ത ബുദ്ധിമുട്ടുള്ളത് യേശു അത്ഭുതം ചെയ്തിരിക്കുന്നു. കാലപ്പഴക്കം ചെന്ന വർഷങ്ങളുള്ള വേദനകൾ ശരീരം വിട്ട് മാറിപ്പോയിരിക്കുന്നു. ചെക്ക് ചെയ്തോണേ. ഇതിന് ശേഷം ഞാൻ ചോദിക്കും, താങ്ക് യു ജീസസ്, നന്ദി പരിശുദ്ധാത്മാവി, നന്ദി പരിശുദ്ധാത്മാവി. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ബ്രദർ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞു സിസ്റ്ററെ. ഹലോ, പറഞ്ഞു. പ്രൈസിലോടെ ബ്രദർ പറഞ്ഞ പോലെ കിട്ടുന്ന സകല മുക്കാലും സാമ്പത്തികം ഇതുപോലെ ഓട്ടോറിക്ഷയിലും പിന്നെ ഹോസ്പിറ്റലിലും പോയിട്ട് അങ്ങനെ ചേറുകയാണ്. ഇപ്പൊ ഞാൻ സിസ്റ്റർ ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞില്ലേ, ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവ് ഇന്ന് പറഞ്ഞോണം, ഇന്ന് എൻ്റെ അത്ഭുതത്തിന്റെ സമയമാണ്. ഇപ്പൊ തന്നെ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. നാളെ ഓപ്പറേഷൻ ആണ്. യേശുവിന്റെ നാമത്തിൽ കൈവച്ചിട്ട് പറ, ഇനിയും ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. കൈവച്ച് സിസ്റ്റർ എന്നിട്ട് പറ, യേശു ഇന്ന് കേട്ട വചനം എന്നാ പറയുന്നത്? കർത്താവ് ഞാൻ യേശുവിനെ ഭക്ഷിച്ചിരിക്കുന്നു. പറഞ്ഞോണം, യേശുവിനെ ഞാൻ ഭക്ഷിച്ചിരിക്കുന്നു. എൻ്റെ ശരീരത്തിൽ കർത്താവ് ഈ രാത്രി എനിക്കൊരു അവസരമുണ്ട്. നാളെ ഞാൻ ഓപ്പറേഷൻ കൂടാതെ തന്നെ, പറഞ്ഞുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഓപ്പറേഷൻ കൂടാതെ തന്നെ അത്ഭുതം നടക്കും. അങ്ങനെ തന്നെ പറഞ്ഞു കേട്ടോ. നിങ്ങളെല്ലാവരും ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണേ. ഇത് ആലോചനയുടെ സമയമാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണേ. ഈ സമയത്ത് കഴിവതും ഞാൻ പിന്നെയും എപ്പോഴും ഓർപ്പിക്കുന്നില്ല നിങ്ങളോട്, നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. മൈക്കിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. ഞാനൊരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ കാണിക്കും. ഈ ഒരു രേവതി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കുറേ കണക്കുകൾ എഴുതി വച്ചിരിക്കുന്ന ഒരു ബുക്ക്, കണക്കുകൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബുക്ക് ഇങ്ങനെ എപ്പോഴും കൊണ്ടുവരികയും അതിലെന്തൊക്കെയോ നിങ്ങൾ കണക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് കൈമാറ്റങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ച ഈ രേവതി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ കാണിക്കുക.
ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തി എൻ്റെ ഉള്ളത്തെ കർത്താവ് പറയുന്നു. അതുപോലെ തന്നെ ചില പണമിടപാടുകളും നിങ്ങൾ തമ്മിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ എനിക്ക് കർത്താവിനെ കാണിക്കും. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പോകാമെന്ന് കർത്താവിനോട് പറയുന്നു. രേവതിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഈ പറഞ്ഞതുപോലെയുള്ള അടയാളങ്ങൾ ശ്രദ്ധിച്ചോണേ. ഈ എന്തോ ഇങ്ങനെ ബുക്കുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ട് എന്തോ ഇടപാടുകൾ, അങ്ങനെ എന്തോ ഇടപാടുകൾ കൊടുക്കലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന കുറേ സംഭവങ്ങൾ, അത് കൊടുക്കുകയും തിരിച്ച് മേടിക്കുകയും ചെയ്യുകയും ചില പണമിടപാടുകൾ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും കർത്താവ് എന്നെ കാണിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനോട് പറയുന്ന ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ എന്ന് സ്വീകരിച്ചോണേ. ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ആമേൻ പറഞ്ഞത് സ്വീകരിച്ചു. ആ വ്യക്തിക്കും നിങ്ങൾക്കും പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്. അതെ, എന്റെ വീടിന്റെ അടുത്താണ് രേവതി. അത് ഈ മുനിസിപ്പാലിറ്റിയിൽ ജോലിയുള്ള ഒരു കുട്ടിയാണ്. ഇതിനു മുമ്പും കർത്താസം പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിയുടെ ഒരു ആത്മഹത്യയെ കുറിച്ചിട്ടൊക്കെ. അതിൽ നിന്നൊക്കെ ഇപ്പൊ വിടുവിച്ച് വന്നായിരുന്നു. പിന്നെ എന്നോട് പൈസ വാങ്ങിച്ചിട്ടുണ്ട്, മടക്കി തന്നിട്ടില്ല. 1 വർഷോളമായി. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ആ വ്യക്തി വലിയൊരു കുരുക്കിൻ്റെ അകത്തോട്ട് കടന്നിരിക്കുകയാണ്. നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി വിടിവിക്കപ്പെടുകയും ഈ കൊടുക്കൽ വാങ്ങലുകൾക്കകത്ത് നിങ്ങൾക്ക് ഒരു ആശ്വാസം ഉണ്ടാകുകയും ചെയ്യും കേട്ടോ. നന്ദി പിതാവേ, നന്ദി പരിശുദ്ധാത്മാവി. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കും. അതായത് ഈ ഭവനത്തിൻ്റെ അകത്തൊരു അടയാളം എന്ന് പറഞ്ഞാൽ ഈ അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ റബ്ബർ തോട്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഭയങ്കര മരങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലം. ഇതൊരു കയറ്റമാണ്. ഈ കയറ്റം കയറി ചെല്ലുന്നത് ഒരു ഭവനത്തിലേക്കാണ്. ഈ കയറ്റം കയറുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു പൈപ്പ് ലൈൻ അതിൻ്റെ ഫ്രണ്ടിലുണ്ട്. അതിന് ശേഷമാണ് വീട്ടിലോട്ട് പ്രവേശിക്കുന്നത്. ഈ വീട്ടിലോട്ട് പ്രവേശിച്ചതിന് ശേഷം ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ ഒരു കാഴ്ച കാണുക. വീടിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളത്തെ കർത്താവ് പറയുന്നു, കുഞ്ഞുമോളുടെ അടുക്കൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുന്ന രീതിയിൽ കുഞ്ഞുമോളുടെ ഭവനത്തിൻ്റെ അകത്തുനിന്ന് വന്നയാളാണ് ഈ ഭവനത്തിൻ്റെ അകത്ത് ഇപ്പോഴുള്ളത്. അതായത് കുഞ്ഞുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുള്ള ഭവനത്തിൽ നിന്നും വന്നയാൾ ഈ പറയുന്ന 2 അപ്പുറവും ഇപ്പുറവും വഴിയുടെ അപ്പുറവും ഇപ്പുറവും മരങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്തു നിന്നും വലതുവശത്ത് ഒരു പൈപ്പ് ലൈൻ കഴിഞ്ഞ് കുറച്ചും കൂടെ ഒരു കയറ്റം കയറി വരുന്ന ഒരു വീട് ഞാൻ കാണുന്നു. കുഞ്ഞുമോളുടെ ഭവനത്തിൻ്റെ അകത്തുനിന്നും വന്നയാളാണ് ഇപ്പോൾ അതിൻ്റെ അകത്തുള്ളത്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ അകത്ത് 5 അംഗങ്ങളെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഇന്ന് അതിൻ്റെ അകത്തൊരു കയറി വരുമ്പോൾ തന്നെ മരിച്ചുപോയ ഒരു പിതാവിൻ്റെ ഫോട്ടോ ആ ഭവനത്തിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് കാണിക്കുന്നു. ഞാൻ ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. നിങ്ങളെ അവിടുന്ന് ദൈവം മാറ്റാൻ വേണ്ടി പോവാം. ദൈവം നിങ്ങളെ അവിടുന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോകുന്നു. ആ ജോസഫിൻ്റെ ഭവനത്തെ ദൈവം അവിടുന്ന് നീക്കുവാൻ വേണ്ടി പോകുന്നു പറയുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. നിങ്ങളുടെ അവസ്ഥകളെ ദൈവം മാറ്റുവാൻ വേണ്ടി പോകുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് ഈ അടയാളം ഉള്ള ഭവനം ഏതാണോ ആമേൻ പറഞ്ഞ് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ കാണുന്നത്, യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ദൈവപ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി പോകും. നന്ദി കർത്താവേ, നന്ദി യേശുവേ. അങ്ങയുടെ കൃപ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അങ്ങയുടെ സാക്ഷ്യമായി തീരാൻ വേണ്ടി പോകട്ടോ. ദൈവം ജോസഫിൻ്റെ ഭവനത്തെ അത്ഭുതമാക്കാൻ വേണ്ടി പോകുന്ന ആ ജോസഫിൻ്റെ ഭവനം യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ദൈവം നിങ്ങളെ അവിടുന്ന് ഫലപുഷ്ടമുള്ള ഒരു മണ്ണിലേക്ക് മാറ്റാൻ വേണ്ടി പോവാം. നന്ദി കർത്താവേ, നന്ദി യേശുവേ. അങ്ങയുടെ സാക്ഷ്യമായി നിങ്ങൾ ദൈവത്താൽ അത് സംഭവിച്ചുവെന്ന് പറയത്തക്കവണ്ണം ദൈവാത്മാവ് ഇടയാക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. അനാവശ്യമായിട്ട് ഈ മ്യൂട്ട് മാറ്റുന്നവർ ആലോചന സ്വീകരിക്കാനുള്ളവരാണെങ്കിൽ പറയാം, അല്ല എങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് എന്നിട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പറഞ്ഞ കർത്താവെ, ഞങ്ങളുടെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ക്രിസ്തു എൻ്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചു. കർത്താവ് എൻ്റെ വേദനകളെ ക്രൂശിൽ വഹിച്ചു. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ അനുപമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു ഡോക്യുമെൻ്റ്, അതായത് ഒരു പോസ്റ്റിൽ വരുന്ന ഒരു ഡോക്യുമെൻ്റിൽ അനുപമ എന്ന് പറയുന്ന ഒരു പേര് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അതൊരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് അത് വരാൻ വേണ്ടി പോവാന്ന് കർത്താവ് പറയുന്നു. നാളുകളായി തടസ്സപ്പെട്ട് കിടന്നതാണ്. എന്നാൽ അനുപമയുടെ കാര്യത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതത്തെ ദൈവം ചെയ്യാൻ വേണ്ടി പോവാന്ന് പറയുന്നു.
അനുപമയായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ സാക്ഷ്യമായി ദൈവം തീർക്കാൻ വേണ്ടി പോകുന്നു. ദൈവത്തിൻ്റെ അത്ഭുതമായി കർത്താവ് മാറ്റാൻ വേണ്ടി പോകുന്നു. അനുപമയുടെ ജീവിതത്തിൽ സാക്ഷ്യത്തെ ദൈവം ചെയ്യാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ. ഇന്ന് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഒരു ഡോക്യുമെന്റ് കൈപ്പറ്റാൻ വേണ്ടി പോവാ. ആ ഡോക്യുമെന്റ് ഞാൻ കാണുന്നത് പറഞ്ഞു. ബ്രദറെ, ഞങ്ങളുടെ ചർച്ചിലുള്ള പറഞ്ഞു ആ വ്യക്തിയുമായിട്ട് പറയാമെന്ന ആരാണോ മ്യൂട്ട് മാറ്റി പറയാം. ഹലോ ബ്രദറെ, പറഞ്ഞു. ഈ രണ്ട് റബ്ബർ തോട്ടത്തിന്റെ നടുക്ക് ഇരിക്കുന്ന വീട് എന്റേതാണ്. ഞാൻ കുഞ്ഞുകൂടെ വീട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. എന്റെ പേര് ബത്സമ്മ എന്നാണ്. കുഞ്ഞുമോളുടെ വീട്ടിൽ നിന്നാണോ വന്നത്? ഞാൻ കുഞ്ഞുമോൾ എന്റെ നാത്തൂനാണ്. ഞാൻ അവിടുന്ന് എന്റെ പോയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഓ സ്വോത്രം. സിസ്റ്ററെ, ഈ കുഞ്ഞുമോൾ പറഞ്ഞു. ഒരു മിനിറ്റ്. കുഞ്ഞുമോളുടെ ഭവനത്തിൽ നിന്നാണ് ഇപ്പൊ വന്നെന്ന് പറഞ്ഞത്? വന്നതെന്ന് പറഞ്ഞ കുഞ്ഞുമോടെ ഭവനത്തിൽ രാവിലെ പോയിട്ട് വന്നതാ. ഇപ്പൊ വന്നതാ. ഇന്ന് അതാണ് എന്റെ അപ്പുറം ഇപ്പുറം എല്ലാം റബ്ബർ തോട്ടമാ. റബ്ബറിന്റെ നടുക്ക എന്റെ വീട്. ഇന്ന് കർത്താവ് ഇന്ന് ആ ഭവനത്തെ ദൈവം തൊടാൻ വേണ്ടി പോവാ കേട്ടോ. ഈ കുഞ്ഞുമോളുടെ ഭവനത്തിൽ നിന്നാണ് വന്നതെന്ന് ഞങ്ങൾ അറിയാൻ വല്ല വഴിയുണ്ട്? രാവിലെ കുഞ്ഞുമോളുടെ ഭവനത്തിൽ പോയെന്നും വന്നതെന്നുമല്ലോ. കുഞ്ഞുമോൾ എന്റെ നാത്തൂനാണ്. ഞാൻ നാത്തൂന്റെ പറമ്പിൽ നിന്ന് പോയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. തോട്ടത്തിനകത്തിരിക്കുന്ന വീട് എന്റെ. അപ്പൊ കർത്താവ് എത്രത്തോളം കാണുന്നു നമ്മുടെ ജീവിതത്തെ. യേശുവിന്റെ നാമത്തിൽ ദൈവം നിങ്ങളെ അവിടുന്ന് മാറ്റാൻ വേണ്ടി പോവാ കേട്ടോ. മേൽത്തരമായ ഒന്നിലേക്ക് ദൈവം മാറ്റാൻ വേണ്ടി പോവാ. നന്ദി നന്ദി കർത്താവേ. ആമേൻ പറഞ്ഞ ആലോചന സ്വീകരിച്ചു. ദൈവം നിങ്ങളെ അവിടുന്ന് ഫലപുഷ്ടിയുള്ള സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടി പോവാ. ആമേൻ പറഞ്ഞു. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം ദൈവം സ്ഥലം തരാൻ വേണ്ടി പോവാ. നന്ദി യേശു. നന്ദി കർത്താവേ. നന്ദി കർത്താവേ. നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പ. ഓ ജീസസ്. ഈ പോൾസൺ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാന്ന് എനിക്കറിയത്തില്ല. പോൾസൺ. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തെ കർത്താവാണ്. ഇങ്ങനെ ആംബുലൻസ് പെട്ടെന്ന് ആ ഭവനത്തിലേക്ക്, അതായത് ഇങ്ങനൊരു വാക്ക് പറയുകയാണ്, ദുഷ്ടൻ്റെ ആഗ്രഹം വെളിപ്പെടുത്തുക. ഒരു ആംബുലൻസ് ആ ഭവനത്തിലേക്ക് വേഗത്തിൽ വരുന്നതും ഈ വ്യക്തി എടുത്തുകൊണ്ട് പോകുന്നതുമായിട്ടൊരു കാഴ്ച എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പോൾസനുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണേ. പോൾസനെ ദൈവം തൊടാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പോൾസനുമായി ബന്ധപ്പെട്ട വ്യക്തി ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചോണേ. ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ അകത്ത് ചെറിയൊരു തലമുറയുള്ളൊരു കുടുംബം. ചെറിയൊരു തലമുറ, വലിയ കൊച്ചല്ല, ചെറിയൊരു പെൺകുട്ടിയുള്ളൊരു ഭവനമാണ്. ഞാനൊരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. അത് നടുക്ക് വരുന്നൊരു കുഞ്ഞായിട്ടാണ് ഞാൻ കാണുന്നത്. നടുക്കത്തെ കുഞ്ഞായിട്ടാണ് കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ആ പോൾസനുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ പ്രവൃത്തി ഇന്ന് ആ ഭവനത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഈ ആലോചനയുമായിട്ട് നിങ്ങൾ സൂമിലാണ് ബന്ധപ്പെട്ടതെങ്കിൽ അത് ഏറ്റെടുത്തോണേ. ദൈവകൃപയാൽ അല്ലത് യൂട്യൂബിലോ ലൈവിലോ അല്ല കാണുന്നവരാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അത് സ്വീകരിച്ചു. ദൈവത്തിൻ്റെ അത്ഭുതം നിങ്ങളുടെ മേൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ആ കുടുംബത്തിന് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോട്ടെ. ഇന്ന് തന്നെ അവരെ വിളിച്ച് അവർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ പറയണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനൊരു പ്രാർത്ഥനയിൽ കേട്ടതാണ്. ആ കുടുംബത്തിൻ്റെ അകത്തുനിന്ന് അനർത്ഥം വിട്ടുമാറും. ആമേൻ. താങ്ക് യു ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം വേഗത്തിൽ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് അങ്ങയുടെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ വേദനകളെ ക്രൂശിൽ വഹിച്ചു. കർത്താവ് നിങ്ങളുടെ രോഗത്തെ യേശുവിൻ്റെ ജീവൻ എൻ്റെ അകത്തുണ്ട്. യേശുവിൻ്റെ ജീവൻ എൻ്റെ അകത്തുണ്ട്. ആ മുടന്തൻ തുള്ളും, ചെകിടൻ കേൾക്കും, ഊമർ സംസാരിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് നമുക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും സംഭവിക്കും. ഇന്ന് പരിശുദ്ധാത്മശക്തിയാൽ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുകയാണ്. ഇപ്പോൾ അത്ഭുതം, ഇപ്പോൾ അത്ഭുതം, ഇപ്പോൾ അത്ഭുതം. ഒന്ന് ചെക്ക് ചെയ്തേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് ഇന്ന് കടഭാരത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പുതു വഴികൾ തുറന്നു വരും. നിങ്ങളുടെ പേഴ്സൊക്കെ എടുത്തു വെച്ച്, ATM പേഴ്സൊക്കെ എടുത്തു വെച്ച് വാരി വിതറി കൊടുക്കാൻ വേണ്ടി പോകും. എടുത്തു വെച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വായ്പ മേടിക്കത്തില്ല. മിറക്കിൾ, ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന തമ്പുരാൻ പറഞ്ഞ സ്വർഗത്തിൽ നിന്ന് നന്മ വരും.
സറാഫാത്തിലെ വിധവ മരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. ഉള്ള വിഷം കലക്കി മകനും കൊടുത്ത് താൻ ഭക്ഷിച്ച് മരിക്കാൻ തീരുമാനിച്ചപ്പോൾ ദൈവം തൻ്റെ പ്രവാചകനെ അറിയിച്ചു. ലോൺ കൊടുത്തില്ല, വീടുകാരനെ പരിചയപ്പെടുത്തിയില്ല, ലോട്ടറി അടിച്ചില്ല, പകരം സ്വർഗത്തിൽ നിന്നും വഴി തുറന്നു. പത്രോസ് ലീഗ പറഞ്ഞു, കരമടയ്ക്കാൻ കാശില്ല, നമുക്ക് വലിയ പ്രശ്നമാണ്. തമ്പുരാൻ എന്ത് ചെയ്തു? പോയി മീൻ പിടിക്കുക, എൻ്റെ വായിൽ ഞാൻ നന്മ വെച്ചിട്ടുണ്ട്, ഇപ്പോൾ തന്നെ മിറക്കിൾ മണി തുറക്കാൻ വേണ്ടി പോവാം. ഓ യേശുവേ, എന്നുള്ളത് കർത്താവ് പറഞ്ഞു, ഭവനങ്ങളുടെ ജപ്തി വക്കിൽ നിൽക്കണമെന്ന് നഷ്ടപ്പെട്ടു പോകത്തില്ല. ഒരു 17 സെൻറ്റ് സ്ഥലം പ്രോപ്പർട്ടി അതിങ്ങനെ കുരുക്കിൻ്റെ അകത്ത് കിടക്കുക, നഷ്ടപ്പെട്ട് പോകുന്നൊരു വക്കില്ല. 17 സെൻറ്റ് സ്ഥലമുണ്ട്. യേശുവിൻ്റെ നാമത്തിൻ്റെ അതിരിൻ്റെ മേൽ ദൂതന്മാർ കയറി നിൽക്കുക. നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതിന് വിരോധമായി നിൽക്കുന്ന ഫ്രാൻസിസിൻ്റെ കരത്തെ ദൈവം എടുത്തു മാറ്റുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ കുടുംബം രക്ഷപ്പെടട്ടെ. ഇന്ന് കർത്താവെ തലമുറയെ ഓർത്ത് ആകുലപ്പെട്ടിരിക്കുന്ന എൻ്റെ പ്രിയരെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ദൈവം തൊടാൻ വേണ്ടി പോവുക. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. സെപ്റ്റംബർ മാസം 12-ാം തീയതി ജനിച്ച 1990 ജനിച്ച തലമുറയുടെ മേൽ ദൈവത്തിൻ്റെ വലിയ വീര്യപ്രവൃത്തി കർത്താവ് ചെയ്യാൻ വേണ്ടി പോവുക. എന്നുള്ളത് കർത്താവ് പറഞ്ഞു, അവൻ നശിക്കത്തില്ല കേട്ടോ. ഓ യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിൻ്റെ അത്ഭുതം ഇന്ന് അവിടെ സംഭവിക്കുന്നു. ഇന്ന് കർത്താവ് പ്രതികൂലവും ഏട്ട് നിൽക്കുന്ന സകലതും ഇപ്പോൾ മാഞ്ഞുപോട്ടെ. സകല ദുഷ്ട പിശാശിൻ്റെ ശക്തികൾ മാറിപ്പോട്ടെ. സകല കർത്താവ് ശാപങ്ങളെ ബ്രേക്ക് ചെയ്യുന്നപ്പ, ദുഷ്ട പിശാശിൻ്റെ തന്ത്രങ്ങൾ വെട്ടിമാറ്റുന്നപ്പ, അവർക്കെതിരായി വരുന്ന എല്ലാ ആയുധത്തെയും ഞങ്ങൾ ആത്മാവിൽ അതിനെ വെട്ടി നീക്കുന്നപ്പ, സകല ദുഷ്ട പിശാശിൻ്റെ ശക്തികളെയും വെട്ടിമാറ്റുന്നപ്പ, ഫ്രീ ആകട്ടെ ഇപ്പോൾ തന്നെ ജനം. യേശുവിൻ്റെ നാമത്തിൽ ഫ്രീ ആകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഫ്രീ ആകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഫ്രീ ആകട്ടെ. ആ വിചാരം ഞങ്ങൾക്ക് ഫലിക്കത്തില്ല. ദുഷ്ടൻ്റെ ഒരു പ്രവൃത്തി ഞങ്ങളുടെ മേൽ ഫലിക്കത്തില്ല. യേശു ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ സാക്ഷ്യത്തിൻ്റെ സമയമാണ്. അതിന് മുമ്പായിട്ട് കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിച്ചോണേ, ഈ സമയത്ത് പ്രയർ റിക്വസ്റ്റ് അല്ല, നമ്മൾ ഓൾറെഡി എല്ലാ വിഷയത്തിനു വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ നിങ്ങൾ പറയേണ്ട സമയമാണ്. പിന്നെ ഞാൻ പറയുന്നു, ഒരേ ആലോചന ഒരേപോലെ വന്നവർ എൻ്റെയും കൂടെ ബ്രദറെ എന്ന് പറയണ്ട, ഏറ്റെടുത്താൽ മാത്രം മതി. എടുത്തു പറയുന്നതുകൊണ്ട് അടുത്തയാളുടെ അവസരം നമ്മൾ കളയരുത്. നിങ്ങൾ സാക്ഷ്യമുള്ളവർ ചുരുക്കം വാക്കുകളിൽ പറഞ്ഞാട്ടെ. ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിതയ്ക്കണം, കൊയ്യണം. കർത്താവിൻ്റെ സുവിശേഷം, ഈ സുവിശേഷം അനേകയിടങ്ങളിൽ എത്തിക്കുവാൻ വിതയ്ക്കണം. നിങ്ങളുടെ നന്മയിലെ ഓഹരികളെ മാറ്റിവെക്കണം. കർത്താവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ വിത്ത് വിതയ്ക്കണം. ഒരു നന്മ പോലും ഹോസ്പിറ്റലിലോ നാശത്തിലോ പോകത്തില്ല. കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ വിതച്ച് നന്മ കൊയ്യുന്നവരായിത്തീരും. ഞാൻ കർത്താവ് വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. ജോലിയിലും ബിസിനസ്സിലും കർത്താവ് ഒരാൾക്ക് പോലും എതിരെ നിൽക്കാതെ പോകാത്ത രീതിയിൽ അസൂയ തോന്നുമാർ ദൈവം അവരെ വളർത്തും. നന്മ കൊണ്ട് നിറയും, വാരി വിതറി കൊടുക്കും. ഒറ്റ പൈസ പോലും കർത്താവ് നിങ്ങൾ വായ്പ മേടിക്കത്തില്ല. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള അത്ഭുതകരമായ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മ്യൂട്ട് മാറ്റി പറയാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ പറയണേ. കർത്താവ് അനുഗ്രഹിക്കും. ഉള്ളവരാരെങ്കിലും ഉണ്ടോ? സാക്ഷികൾ പറഞ്ഞു. ഒരു സാക്ഷ്യം പറയട്ടെ ബ്രദറെ. പറഞ്ഞു സിസ്റ്ററെ. വെള്ളിയാഴ്ച ഞാൻ എന്റെ ജോലി സ്ഥലത്ത് നിന്ന്, ഗവൺമെന്റ് സ്ഥാപനമാണ് ബ്രദറെ, എന്റെ കയ്യിലാണ് ആ സ്ഥാപനത്തിന്റെ താക്കോലെല്ലാം, അലമാരയുടെയും ഓഫീസിന്റെയും എല്ലാ താക്കോലുകളും എന്റെ കയ്യിലാണ് ബ്രദറെ. വെള്ളിയാഴ്ച 4:30 മണിക്ക് സമയം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ശനി കഴിഞ്ഞു. ഇന്നലെ രാത്രി 9:30 മണിക്ക് എന്റെ മനസ്സിൽ ആരോ പറയുന്നു ബാഗിലും താക്കോല് നോക്കാനായിട്ട്. അപ്പോ എല്ലാ താക്കോലിന്റെ കൂടെയും ഓഫീസിന്റെ മെയിൻ ഒരു താക്കോല് കാണാനില്ലായിരുന്നു ബ്രദറെ. ഞാൻ അങ്ങനെ ഭയങ്കര ഭാരപ്പെട്ട് വിഷമിച്ച് എന്റെ ഈ സ്മിത സിസ്റ്ററിനെ, ഇതിലുള്ള സ്മിത സിസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു. സിസ്റ്റർ എനിക്ക് സമാധാനം തന്നു, കിട്ടും ബ്രദർ, സിസ്റ്ററെ സമാധാനപ്പെടുന്നു പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്തി. ഇന്ന് രാവിലെ ഞാൻ ഓഫീസിൽ ചെന്നപ്പോ കോളേജ് തുറന്ന്, ഏത് സ്ഥാപനമെന്ന് പറയാൻ പറ്റില്ല ബ്രദറെ, ചെന്ന് അവിടെ കോമ്പൗണ്ടിനകത്ത് കയറിയപ്പോ ആ താക്കോൽ അവിടെ തന്നെ കിടക്കുന്നു പുറത്ത് ബ്രദറെ. എന്റെ കർത്താവ് അത്രത്തോളം കരുതിയതിന് സ്തോത്രം പറയുന്നു, നന്ദി പറയുന്നു ബ്രദറെ. ഈ കൂട്ടായ്മ വലിയൊരു അനുഗ്രഹമാണ് ബ്രദറെ. മ്യൂട്ട് മാറുന്നു ബ്രദറെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. ഗോഡ് മ്യൂട്ടേ കിടക്കുമായിരുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് വലിയൊരു കാര്യമാണ് ചെയ്തത്. നമ്മുടെ നന്മ നഷ്ടപ്പെട്ടു പോകുവാൻ
ദൈവം സമ്മതിക്കത്തില്ല കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഹലോ ബ്രദറെ, പറഞ്ഞു എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങളിങ്ങനെ പ്രെയർ കേട്ടോണ്ടിരുന്ന സമയത്ത് എൻ്റെ മരുമോള് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ ഭാഗത്ത് ഇങ്ങനെ ഈ ദശ വന്ന് തള്ളി നിൽക്കുന്നതുകൊണ്ട് അവൾക്ക് ഭയങ്കര വേദനയാണ്. 2-3 പ്രാവശ്യം ഹോസ്പിറ്റലൊക്കെ പോയി. പിന്നെ മൂത്രം ഒഴിക്കാനും മലമൂത്ര വിസർജനമൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ ശനിയാഴ്ച ഇങ്ങനെ പ്രെയർ പറഞ്ഞ സമയത്ത് അവളും വെറുതെ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് അവൾ പ്രാർത്ഥിച്ചു. അപ്പോൾ പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു, അമ്മ എനിക്കിപ്പോൾ മലമൂത്ര വിസർജനം എളുപ്പമാണ്, ഒരു വിഷമവുമില്ല, അല്ലെങ്കിൽ ഞാൻ കരഞ്ഞുകൊണ്ടായിരുന്നു എഴുന്നേറ്റുകൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ആ പ്രാർത്ഥന കേട്ടപ്പോൾ ഞാനും പ്രാർത്ഥിച്ചു. പിന്നെ ആ ദശയാണെങ്കിൽ ഉള്ളിലേക്ക് പോയി എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു സിസ്റ്റർ ഇവിടെ ഉണ്ട്. അപ്പോൾ അവളുടെ കൈ ഇങ്ങനെ തിരിയില്ലായിരുന്നു, കുറേ ദിവസങ്ങളായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് തന്നെ ആ പ്രയർ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവളുടെ കൈയും പുറകോട്ട് തിരിഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു, നല്ല പ്രയറാണ്, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നന്ദി പറഞ്ഞു. കർത്താവ്. നമ്മുടെ ഡെലിവറൻസ് പ്രയർ ആണ് സിസ്റ്റർ, ശനിയാഴ്ചത്തെ ഡെലിവറൻസ് പ്രയറിലല്ലേ? അതെ അതെ. നന്ദി. വലിയൊരു അത്ഭുതമാണ് സഹോദരി പറയാം. 2 സാക്ഷ്യം. ഒന്ന്, ആ മോളുടെ കാര്യം, ദശ മുമ്പോട്ട് നിൽക്കുമായിരുന്നു, വേദനയാലും പ്രത്യേകിച്ച് മലമൂത്ര വിസർജനം നടത്തുമ്പോൾ പോലും വേദന, നിങ്ങൾക്ക് ചിന്തിക്കാവോ ആ അവസ്ഥ. അത്രയും അവസ്ഥയിൽ നിന്നും ആ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വർഷം ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥനയോടെ തന്നെ അടുത്ത പ്രാവശ്യം പറഞ്ഞു. ഒത്തിരി നമുക്ക് ആ സമയത്ത് ഡിസ്റ്റർബൻസുകൾ ഉണ്ടായി, പക്ഷേ എങ്കിലും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നടന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ദശ അകത്തോട്ട് മാറിപ്പോയി, ആ വേദന മാറി, ആ മലമൂത്ര വിസർജനത്തിനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതെല്ലാം മാറി. രണ്ടാമത് കൈ തിരിയാതിരുന്ന സഹോദരിയുടെ കൈ നേരെയായി തിരിഞ്ഞിരിക്കുമായിരുന്നു. കർത്താവ് സൗഖ്യമാക്കി. ആ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടല്ലോ, അങ്ങ് തൊട്ടല്ലോ. ഇനിയും അനേകർക്കൊരു സാക്ഷ്യമായ കുടുംബത്തെ ദൈവം മാറ്റട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്നവർ പറയാൻ വരുന്നവരെ മ്യൂട്ട് ചെയ്യല്ലേ. പറഞ്ഞു. പ്രൈസ് ലോർഡ് ബ്രദർ. പറഞ്ഞു. ഇപ്പം ബ്രദർ ഒരു മെയ് 13 തീയതി ജനിച്ച തലമുറയുടെ കാര്യം പറഞ്ഞില്ലേ? എന്റെ മോള് മെയ് 13 ജനിച്ചായിരുന്നു. ഏറ്റെടുത്ത സിസ്റ്റർ, തലമുറ ദൈവം തൊടാൻ വേണ്ടി പോകുക കേട്ടോ. സെപ്റ്റംബർ 13 സിസ്റ്ററെ. അല്ല, ആദ്യം പറഞ്ഞതാ. മെയ് 13 ആദ്യം പറഞ്ഞായിരുന്നു മെയ് 13. ആ, ലാസ്റ്റ് പറഞ്ഞാണ് സെപ്റ്റംബർ. ആമേൻ. ഗോഡ് ബ്ലസ്. പ്രൈസ് ലോർഡ് ബ്രദറെ. പറഞ്ഞു. എനിക്ക് രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് നെഞ്ചിന് വേദന ഉണ്ടായിരുന്നു. ഞാൻ ടീച്ചറാണ്. ഇപ്പൊ സ്കൂളിലെ എക്സാം വരുന്നതുകൊണ്ട് എനിക്ക് ലീവ് എടുക്കാനും പറ്റിയില്ല, ഹോസ്പിറ്റലിൽ പോകാനും പറ്റിയില്ല. ഞാൻ വിചാരിച്ചു പനിയൊക്കെ ആയിരുന്നു, ടൈഫോയിഡ് ആണോ, ഇനി ന്യൂമോണിയ ആണോ, TB ആണോ എന്നൊക്കെ എനിക്ക് വലിയ വിഷമം ഉണ്ടായിരുന്നു. ഞാൻ ആ വിഷമത്തോടുകൂടെ പ്രാർത്ഥനയുടെ സമയത്ത് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. കർത്താവിനെ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി. എല്ലാ മഹത്വവും കർത്താവ്. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഗോഡ് ബ്ലസ് യു. കർത്താവ് ചെയ്ത വലിയ പ്രവൃത്തിക്ക് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്റർ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. 2024 മാർച്ച് 25 പറഞ്ഞ ഒരു പ്രവചനം, അത് എൻ്റെ മകളുടെ ജീവിതത്തിൽ അത് ഒരു വിതിൻ 1 വീക്ക് അത് കിട്ടാൻ പോകുന്നു. അതിന്റെ സന്തോഷം അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നന്ദി കർത്താവ്. പ്രവചന നിവൃത്തിക്കായിട്ട് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഞാനൊരു സാക്ഷ്യം പറഞ്ഞോട്ടെ? പറഞ്ഞു ധൈര്യമായിട്ട്. ബ്രദറെ, 4 മാസങ്ങൾക്ക് മുമ്പ് ബ്രദർ ഒരു പ്രവചനം പറഞ്ഞായിരുന്നു. ത്രേസ്യാമ്മയുടെ മകന് അവന്റെ അലച്ചിലെല്ലാം മാറ്റി ദൈവം അവനെ സ്ഥിരപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഞാൻ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ഇന്ന് അവൻ വേറൊരു ജോലിയിലേക്ക്, വേറൊരു സ്ഥലത്തേക്ക്, അതേ ജോലി തന്നെ വേറൊരു സ്ഥലത്തേക്ക് മാറി അവിടെ അവൻ സ്വസ്ഥമായിട്ടും സമാധാനമായിട്ട് ജീവിക്കുന്നു. എനിക്കതൊരു വലിയ സന്തോഷമായിട്ട്, ഞാൻ ആ പ്രവചനം എപ്പം നടക്കുമെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമായിരുന്നു. അത് നടന്നു കഴിഞ്ഞു. സ്തോത്രം. ഇത് വലിയൊരു സാക്ഷ്യമാണ് സഹോദരി പറഞ്ഞത്. ദൈവാത്മാവ് പേര് വെളിപ്പെടുത്തി ത്രേസ്യാമ്മയുടെ മകനെ ദൈവം തൊടാൻ വേണ്ടി അലച്ചിലിനല്ലേ, അവൻ അലയുന്നൊരു മകനായിരുന്നു. വലിയൊരു സ്വസ്ഥത ദൈവം കൊടുത്തു. ആ പ്രവചന നിവൃത്തി. അപ്പോൾ ഓരോ ദൈവിക ആലോചന കേൾക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനയോടെ ഇരിക്കണം കേട്ടോ. അത് ദൈവാത്മാവ് ബ്രദറിനെ ഉപയോഗിക്കുന്നുള്ളൂ. അത് ദൈവത്തിൻ്റെ കൃപയാണ്. ആലോചന നിങ്ങൾ മനുഷ്യൻ്റെ പ്രവചനമായിട്ടല്ല, ദൈവാത്മാവിൽ ഏറ്റെടുക്കുമ്പോൾ ഇന്ന് കേട്ടല്ലോ, ആ മകൻ ഒരു സ്വസ്ഥമായ സ്ഥലത്തേക്ക് ദൈവം ഒരുക്കി. ഗോഡ് ബ്ലസ് യു. അത് വലിയൊരു സാക്ഷ്യമാണ്. ദൈവം വലിയൊരു പദ്ധതിക്ക് വേണ്ടിയാണ്. ഇതൊരു ജോലി മാത്രമല്ല, അവന്റെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഒരു സ്വസ്ഥതയായിട്ട് ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടോ? പറഞ്ഞോട്ടെ. സാക്ഷ്യമുണ്ട്, കേൾക്കണ്ടോ? സിസ്റ്റർ പറഞ്ഞു. ബ്രദറെ,
കേൾക്കണുണ്ട്, ഒരു സാക്ഷ്യമുണ്ട്. കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ഹലോ. ഞാൻ കേൾക്കുന്നുണ്ട് അത് കേൾക്കുന്നുണ്ട് സിസ്റ്റർ. 2 ദിവസം മുമ്പ് ഞാൻ അക്ഷയയില് പോയിരുന്നു ബ്രദറെ. അപ്പോ എന്റെ ഫോൺ അവിടെ എനിക്ക് ഫോൺ അവിടെ എന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഫോൺ അവരെ കൊടുത്ത് പിന്നെ എനിക്ക് 2-3 പേപ്പറുകൾ ശരിയാക്കാനുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ഈ പേപ്പറുകൾ എനിക്ക് തന്ന ബാങ്കിന്റെ പാസ്ബുക്കും പിന്നെ ആധാർ കാർഡ് അങ്ങനെ 2-3 സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു കൊണ്ട് പോന്നു. ഫോൺ അവിടെ വെച്ചതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. ഞാൻ ഫോൺ എടുക്കാണ്ട് പോന്നു. പിന്നെ ഞാൻ വേറെ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോ കടയിൽ കയറി കഴിഞ്ഞപ്പോ ഫോൺ നോക്കിയപ്പോ ഫോണില്ല. അപ്പൊ ദൈവമേ, ഞാൻ ഫോൺ എവിടെ വെച്ച എന്റെ കയ്യിന്ന് പോയോ എന്താന്ന് എനിക്ക് ഒരു പിടിയുണ്ടായില്ല. ഫോണിലേക്ക് വിളിച്ചിട്ടാണ് ഈ ഫോൺ റിങ് ചെയ്യാണ്ട് എടുക്കണ്ടായില്ല. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. എന്റെ കർത്താവ് എന്താണ് ഒരു വചനമുണ്ടല്ലോ, ആകാശത്തിൽ എന്താണ് എന്റെ സഹായം എന്റെ സഹായം ആകാശത്തിൽ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു എന്നുള്ള വചനം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അക്ഷയയിലേക്ക് തിരിച്ചു വന്നപ്പോ അക്ഷയക്കാര ഫോൺ എടുത്ത് വെച്ചിട്ടുണ്ടായി. ഞാൻ അതിന് കോടാനുകൂടി നന്ദി പറയുന്നു കർത്താവിന്. തീർച്ചയായിട്ടും നന്ദി പിന്നെ കർത്താവേ. ബ്രദറെ, ഇന്ന് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ ഭർത്താവിന് പ്രഷർ കൂടുമ്പോ മൂക്കിന്ന് ഇങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് 2-3 ഹോസ്പിറ്റലിൽ പോയിട്ടൊന്നും അതിങ്ങനെ മാറണില്ല. അപ്പം ബ്രദർ അതൊന്ന് ബ്ലഡ് വരവൊന്ന് സ്റ്റോപ്പ് ചെയ്ത് പ്രാർത്ഥിക്കണം. ഇപ്പൊ തന്നെ അത് സിസ്റ്റർ കൈവച്ച് ഈ വളരെ പ്രാർത്ഥന ഒരു കഴിയുമ്പോ തന്നെ ഹസ്ബൻഡ് കൈവച്ച് ഇതായിട്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചോണം. ഞങ്ങളിപ്പോ നാളെ ഇപ്പൊ തന്നെ കൈവച്ച് പ്രാർത്ഥിച്ചോണം. യേശുവിന്റെ നാമത്തിൽ ഈ കേട്ട വചനത്തിന്റെ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് കൈവച്ചോണം. കർത്താവിന് ഹലോ മേലാല ബ്രദറെ. ബ്ലഡ് വരത്തില്ല. യേശുവിന്റെ ബ്രദറെ. നാമത്തിൽ അത് കംപ്ലീറ്റ് ഹലോ. സ്റ്റോപ്പ് ആകും തന്നെ പറഞ്ഞോണം കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഒരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച പറയേണ്ട സാക്ഷ്യമായിരുന്നു. അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ ഓഗസ്റ്റ് 4-ാം തീയതി ഒരു പൈസ അക്കൗണ്ടിലിട്ട് കൊടുത്തായിട്ട് അത് എന്റെ കൈ കൊണ്ട് ഈ മൊബൈല് ഗൂഗിൾ ചെയ്താലേ അങ്ങനെ പോകത്തുള്ളൂ. എനിക്ക് അങ്ങനെ കൊടുക്കാൻ പൈസ ഇല്ലായിരുന്നു. 2 മാസമായിട്ട് ഇയാൾ ചോദിക്കുന്നില്ലല്ലോ. ഞാൻ കൊടുക്കാനുള്ളതാണ് 14,000 രൂപ. അതുകൊണ്ട് കൊടുക്കാനുണ്ടായിട്ട് അയാൾ ചോദിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നിട്ട് എന്റെ കൊടുക്കാനില്ല. ഈ ഓഗസ്റ്റ് 4-ാം തീയതി ഈ പൈസ ഞാൻ ഇട്ട് കൊടുത്തായിട്ട് ഈ കഴിഞ്ഞ ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ 13 ഈ കഴിഞ്ഞ തൊട്ട് ഉള്ള ഇന്നലെ ഞായറല്ലേ ശനിയാഴ്ച കൊടുത്തത് അന്ന് ഞാൻ കാണുക. ഓഗസ്റ്റ് 4-ാം തീയതി ഞാൻ ഇട്ട് കൊടുത്തത്. ഞാൻ ഒരിക്കൽ പോലും ഇട്ട് കൊടുക്കാൻ എനിക്ക് ഒരു വഴിയില്ല. ഈ 2 മാസമായിട്ട് ഞാൻ ബിസിനസ്സിൽ ഏറ്റവും പരാജയപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ഇയാൾ വിളിക്കോ ചോദിക്കോ എന്നൊക്കെ ഭയപ്പെട്ടിരുന്നു. ഓ ദൈവം എനിക്ക് സഹായിച്ച് നിൽക്കുക, ചോദിക്കുന്നില്ല എന്നൊക്കെ ഓർത്ത്. എന്നാൽ കൊടുത്തേക്കാന്ന് ഓർത്ത് കഴിഞ്ഞ ശനിയാഴ്ച പൈസ കൊടുക്കാൻ അക്കൗണ്ടിൽ ഇട്ടിട്ട് ഞാൻ അയക്ക് അടിച്ച് അത് കൊടുക്കാൻ വേണ്ടി തുറന്നപ്പം അയക്ക് ഞാൻ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 4-ാം തീയതി കൊടുത്തായിട്ട് കാണുക. ഭയങ്കര അതിശയം എന്ന് പറഞ്ഞാൽ വലിയ അതിശയം. എന്റെ കയ്യിൽ ഇല്ല, എന്റെ അക്കൗണ്ടിൽ പൈസ ഒന്നുമില്ല, കൊടുക്കാനില്ല. എനിക്ക് അതിന് മനസ്സിലാവുന്നില്ല. എന്റെ മൊബൈലിൽ കൊണ്ട് തന്നെ അത് കൊടുത്തേക്കാണ്, അതായത് ഗൂഗിൾ അക്കൗണ്ടിൽ നിന്ന്. ഓ, ഇത് മിറക്കിൾ മണിയാ ബ്രദർ. അത് വലിയ അതായത് ബ്രദറിന്റെ ചിന്തയിൽ ഉറപ്പായിട്ടും കൊടുത്തിട്ടില്ല, കൊടുക്കാനുള്ള പൈസയും ഇല്ല അവിടെ. കൊടുക്കാനുള്ള പൈസ ഇല്ല. ഞാൻ ഭയപ്പെട്ടിരിക്കുക, അയാൾ ഇപ്പം വിളിക്കും ഓർത്തേ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇതാണ് മിറക്കിൾ മണിയുടെ സാക്ഷ്യം. നമുക്കറിയാം നമ്മുടെ കയ്യിൽ എത്ര കാശുണ്ട് നമുക്ക് തന്നെ അറിയാം. നമ്മൾ ഒത്തിരി നിങ്ങളുകൊണ്ട് ഞാൻ പറയും, വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഓരോ കാര്യവും ആത്മാവിൽ റിലീസ് ചെയ്യുമ്പോൾ അത്ഭുതം നടക്കും. മിറക്കിൾ മണികളൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആമേൻ പറയുമ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങളുടെ മേൽ എല്ലാവരോടും ഞാൻ പറയുകയാണേ, സഹോദരൻ പറഞ്ഞോട്ടെ, കൊടുക്കാൻ സഹോദരൻ്റെ കാശില്ല. ഞാനിത് എക്സൈറ്റ്മെൻറ്റിൽ ഇത് പറയാൻ കാരണം ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് നടക്കുന്നതാണ്. സഹോദരൻ പറഞ്ഞ അയക്കാൻ പൈസയില്ല, പക്ഷേ ആ വ്യക്തി പേടിച്ചിരിക്കുമായിരുന്നു. കൊടുക്കാനുള്ള ആൾ വിളിക്കാൻ പേടിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ആ സമയം നോക്കിയപ്പോഴേക്കും കൊടുത്തതായിട്ട് തന്നെ എൻ്റെ അത് കാണുന്നല്ലേ ബ്രദറെ? തന്നെയല്ല, എനിക്ക് ഇങ്ങനെ ഒരു മിറക്കിൾ എനിക്ക് വരുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത് സാധാരണ കിട്ടും, ദൈവം തരുമെന്ന് അറിയാം. പക്ഷെ എനിക്ക് കിട്ടുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. ആമേൻ. തീർച്ചയായിട്ടും ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയും, കൂട്ടായ്മയുടെ ശക്തി അതാണ് സഹോദരങ്ങളെ. നമ്മൾ കർത്താവിൻ്റെ സന്നിധി കൂടി വരുമ്പോൾ, അതുകൊണ്ടാണ് പത്രോസ് കർത്താവിൻ്റെ കൂടെ കൂടിയത് കൊണ്ട് വചനത്തിൽ പറഞ്ഞ അവൻ്റെ മീൻ്റെ വായിൽ കർത്താവ് നന്മ വെച്ചു. ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട ജനം ഒരുമിച്ചായിരുന്നു. അവർക്ക് വേണ്ടി ദൈവം സെപ്പറേറ്റ് അല്ല ആഹാരം കൊടുത്തത്, എല്ലാവർക്കും മന്ന കൊടുത്തു. അപ്പൊ കൂട്ടായ്മയ്ക്കകത്ത് ദൈവം ഈ കൂട്ടായ്മ പറ്റി ഞാനൊന്നോട് പറയട്ടെ. ഈ കൂട്ടായ്മയെ കൂടി അനേകം പേർക്ക് വലിയ വലിയ സംഭവങ്ങൾ കിട്ടുന്നുണ്ട്. മിറക്കൾ എന്ന് പറഞ്ഞാൽ രോഗമൊക്കെ എന്തുമാത്രം പേരാ പോകുന്നു
ലക്ഷങ്ങൾ മുടക്കിയാൽ പോലും മാറാത്ത രോഗങ്ങൾ. ഞാൻ ഇത് കേട്ടോണ്ടിരിക്കുക, ഞാൻ സംസാരിക്കുന്നില്ലെന്നുള്ളൂ, എന്തുമാത്രം പേരുടെ രോഗമാ പോകുന്നത്. ഭയങ്കര സംഭവമാണ് ഈ കൂട്ടായ്മ. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവാണ് പിന്നെ ബ്രദറെ ചെയ്യുന്നത്. നമ്മൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഞാനും പല കൂട്ടായ്മകളും കണ്ടിട്ടുണ്ട്. പക്ഷെ 150 പേര് കൂടുതൽ ഇങ്ങനെ ഒരു സൈറ്റ് ഞാൻ കണ്ടിട്ടില്ല. ഇതിപ്പോ എത്ര 500-ന് മുകളിൽ ഇതിൽ തന്നെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും കർത്താവിന്റെ കൃപയാണ്. നമ്മളെ യേശുക്രിസ്തുവിന്റെ സുവിശേഷം നമുക്കറിയിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു, അല്ലെങ്കിൽ നമുക്ക് കൃപ ലഭിച്ചു. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് സത്യം പറയുവാനും സുവിശേഷത്തിന് നിൽക്കുവാനും നമ്മളെല്ലാവരും, ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരിലും ക്രിസ്തു വ്യാപരിക്കുന്നുണ്ട്. ഈ സുവിശേഷം ലോകമെമ്പാടും എത്തിക്കാൻ വേണ്ടിയാണ് നമ്മളെ ദൈവം ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ബ്രദർ പറഞ്ഞ പോലെ ദൈവം ചെയ്യുന്ന ഒത്തിരി സൗഖ്യങ്ങൾ പറഞ്ഞില്ല, ഒരു രോഗവും മാറാത്ത രോഗങ്ങൾ, മരുന്നില്ലാത്ത രോഗങ്ങളെ യേശു വില കൊടുത്തതാണ്. നമ്മളെല്ലാവരും അത് പറഞ്ഞുകൊണ്ടിരിക്കും, യേശു ക്രൂശിൽ വില കൊടുത്തതാണ്. അനേകർക്ക് ഇത് അത്ഭുതമാണ്. അത്ഭുതം നടക്കുക തന്നെ ചെയ്യും. അത്ഭുതത്തിൽ തന്നെയാണ് കാര്യം. ഗോഡ് ബ്ലെസ് യു ബ്രദറെ. കർത്താവ് ഇനിയും നന്മ തുറക്കട്ടെ. എല്ലാവരും, ഞാൻ ഈ ദിവസങ്ങളിൽ സാമ്പത്തികമായി കടന്നു പോകുന്നവർ, ഈ സാക്ഷ്യം നമുക്ക് വലിയൊരു ബലമാണ്. മിറക്കിൾ മണി, അതുപോലെ പറഞ്ഞു കേട്ടില്ലേ, പൈസ കൊടുക്കാനില്ലാഞ്ഞിട്ട് പോലും തരാനുള്ള ആളെ പേടിച്ചിരിക്കുക. അയാൾ വിളിച്ച് ബഹളം വെക്കുക. പക്ഷെ നോക്കിയപ്പം അയാൾ വിളിക്കുന്നില്ല. അയാൾ വിളിക്കാത്തതിൻ്റെ കാരണം നോക്കിയപ്പോൾ അക്കൗണ്ടിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഗോഡ് ബ്ലെസ് യു ബ്രദറെ. ഇനിയും കർത്താവ് അനേകർക്ക് പ്രവർത്തിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ പറഞ്ഞോട്ടെ. പറഞ്ഞു സിസ്റ്ററെ. എനിക്ക് കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് എന്റെ അക്കൗണ്ടിൽ വെറും 40 രൂപ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോഴത്തേനും ഒരു 5000 രൂപ മിറക്കിൾ മണിയായിട്ട് കയറി വന്നു. നന്ദി കർത്താവ്. ഇനിയും വർദ്ധിക്കട്ടെ. കൈവച്ച് പറഞ്ഞോണ്ട് എല്ലാവരും നിങ്ങളുടെ പേഴ്സൊക്കെ എടുത്ത് വെച്ച് പറഞ്ഞോണ്ട്, സറാഫാത്തിലെ വിധവയ്ക്ക് മാത്രമല്ല നമുക്ക് നന്മ വരും. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മാത്രമല്ല ആകാശം തുറക്കുന്നത്, നമുക്കും നന്മ വരും. പത്രോസിലേക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് അകത്തും നമ്മുടെ ഭവനത്തിലും നമ്മുടെ അക്കൗണ്ടിലും യേശു നന്മ തരും. കാര്യം നമ്മൾ മക്കളാണ്, അവകാശികളാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് നമുക്ക് വേണ്ടി തുറക്കുന്നതാണ്. എല്ലാ ദിവസവും കൈവച്ചുകൊണ്ട് പറഞ്ഞോണേ, ഞാൻ വാരി വിതറി കൊടുക്കും, വായ്പ മേടിക്കത്തില്ല. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ പറഞ്ഞു. എനിക്കൊരു ദർശനം പറയാനായിരുന്നു. പെട്ടെന്ന് പറഞ്ഞു. ഞാനൊരു മൊബൈലൊരു വാൾപേപ്പർ സെറ്റ് ചെയ്യണ പോലെയാണ് ദർശനം കണ്ടത്. ആ ഇമേജ് എന്ന് വെച്ചാൽ എന്നെ പോലൊരു വ്യക്തി, ഫ്രണ്ടിലായിട്ട് എന്നെ പോലൊരു വ്യക്തി, തോളത്ത് ഒരു പ്രാവ്, പരിശുദ്ധാത്മാവിന്റെ പോലത്തെ പ്രാവ്, ആ ഒരു വ്യക്തിക്ക് ചുറ്റൊരു ഹോളി സ്പിരിറ്റിന്റെ ഒരു ഓറ പോലെ കാണിച്ചേക്കണം. അതിന്റെ ആളുടെ ബാക്കിലായിട്ട് ഒരു പുകയുടെ രൂപത്തില് യേശുവിന്റെ രൂപം. പിന്നെ അതിന്റെയും ബാക്കിലായിട്ട് സൂര്യന്റെ പവറിനേക്കാളും കൂടുതൽ ലൈറ്റില് ആകാശന്നൊരു ദൈവത്തിന്റെ പ്രസൻസ് കാണിക്കുന്ന ഒരു ഇമേജ് എനിക്ക് ദർശനം കിട്ടി. അതെന്തുകൊണ്ടായിരിക്കും? തീർച്ചയായിട്ടും ബ്രദർ, അങ്ങനെ ദർശനങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദർശനം കാണുമ്പോൾ നമ്മളെല്ലാം മാറ്റിവെച്ച് മുറിക്കുള്ളിലോ എവിടെയെങ്കിലും പോയിട്ട് സെപ്പറേറ്റ് ദൈവത്തിൻ്റെ വചനവുമായിട്ട് നമ്മൾ ഇരിക്കണം. എന്നിട്ട് ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, ഒരു ഡിസ്റ്റർബൻസും ഇല്ലാത്തടത്ത് പോരുന്നുണ്ട്. കർത്താവേ, ഈ കണ്ട ദർശനത്തിൻ്റെ അകത്ത് ദൈവം എന്നോട് എന്താണോ സംസാരിക്കുവാൻ, അപ്പം മുൾപ്പടപ്പിൽ കത്തുന്ന തീയായിട്ട് മോശ കണ്ടു അല്ലേ, അത് കുറേ കഴിയുമ്പോഴേക്കും ആ വെളിച്ചം സംസാരിക്കാൻ തുടങ്ങി, പെട്ടെന്ന് അതൊരു ദൂതനായി മാറി. അതേപോലെ അതിൻ്റെ അകത്തും നമുക്ക് കർത്താവ് എന്നോട് കൂടുതൽ അങ്ങ് ദൈവം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന മീഡിയ ഒത്തിരി ഉണ്ട്. സ്വപ്നം, ദർശനം, പ്രവചനം, അങ്ങനെ പല രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മളെ തന്നെ അവൈലബിൾ ആക്കണം. അങ്ങനെ കാണുമ്പോൾ അത് പോയിട്ട് സെപ്പറേറ്റ് മാറിയിരുന്നിട്ട്, ചിലപ്പോൾ ആദ്യം ചോദിക്കുമ്പം നമുക്ക് കിട്ടിയെന്നിരിക്കത്തില്ല, പക്ഷെ നമ്മൾ പിന്നെയും ആ കണക്ഷൻ പിന്നെയും വരുന്നത് വരെ നമ്മൾ പിന്നെയും സമയം കണ്ടെത്തണം. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം കൂടുതൽ വ്യക്തമാക്കും കേട്ടോ, കൂടുതൽ സംസാരിക്കും, അതിൻ്റെ അർത്ഥത്തിലേക്ക് ദൈവം കൊണ്ടുപോകും ബ്രദറെ. ഇനി ഇരിക്കണം, മസ്റ്റായിട്ടും ഇരിക്കണം. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? സാക്ഷ്യമുള്ളവർ വേഗത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു. എന്റെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞു. മുംബൈ ഒരു മിനിറ്റ് പറഞ്ഞു സിസ്റ്റർ. പറഞ്ഞു, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഞങ്ങൾ മുംബൈയിലാണ് താമസിക്കുന്നത്. എന്റെ ഹസ്ബൻഡ് കുറച്ച് ദിവസത്തേക്ക് നാട്ടിൽ പോയി. അപ്പോഴ് എന്റെ കയ്യിലുള്ള പൈസ തീർന്നായിരുന്നു. ഹസ്ബൻഡ് വരുന്നോടം വരെ ഒരു 500 രൂപീസും കൂടെ വേണമായിരുന്നു. ഞാനതിന് ആരോട് ചോദിക്കുന്നു, അത് ടെൻഷൻ ഇരിക്കുമായിരുന്നു. അപ്പോഴും ഞാൻ പൈസ വെക്കുന്നിടത്ത് എനിക്ക് 500 രൂപയായിരുന്നു അത്യാവശ്യമുള്ളത്. ഞാൻ നോക്കിയപ്പോ അവിടെ എനിക്ക് 500 രൂപ കിട്ടി. ഹല്ലേലൂയ. അവിടെ ഇരിക്കാൻ വലിയ സാധ്യത ഉണ്ടോ സിസ്റ്ററെ? ആ പണം അവിടെ കിട്ടാൻ വലിയ ഒന്നുമില്ല.
ആ ഇല്ല, കർത്താവിൻ്റെ നാമത്തിൽ ഒരിക്കലില്ല, ഒരിക്കലില്ല. വിശ് ആരോടും ചോദിക്കാതെ ദൈവത്തിന്റെ ആ മകളെ എനിക്ക് മിറക്കിൾ കർത്താവ് മണിക്ക് എനിക്ക് നന്ദി, പേഴ്സിൽ മിറക്കിൾ വെച്ച് മണിക്ക് തന്നു. നന്ദി. ഹല്ലേലൂയ, ഗോഡ് ബ്ലെസ് യു, ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു. ഇനിയും എല്ലാ എല്ലാവരും മഹത്വം കേട്ടോണം. ഇന്ന് കർത്താവ്. മുഴുവൻ എനിക്ക് വന്ന് ഏറ്റവും കൂടുതൽ മിറക്കിൾ മണിയുടെ സാക്ഷ്യങ്ങൾ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ദൈവം നമ്മളെ നിർബന്ധി കടവാരം കൊണ്ട് ഞെരുങ്ങുമ്പോൾ അപ്പോഴും ഞാൻ ഒരുമിച്ച് ഓർത്തു. ആ തീർച്ചയായിട്ടും ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട ജനം എവിടെയും പോയി ഭക്ഷണത്തിന് വേണ്ടി ഇരന്നില്ല. സ്വർഗ്ഗം അവർക്ക് വേണ്ടി തുറന്നു. അവരോട് തമ്പുരാൻ പറഞ്ഞു, നീ വായ്പ ആമേൻ. മേടിക്കത്തില്ല. അതുപോലെ ദൈവം നന്മ തുറക്കും അതെ, കേട്ടോ. ഗോഡ് ബ്ലെസ് യു, തീർച്ചയായിട്ടും ഗോഡ് വായ്പ ബ്ലെസ് യു മേടിക്കും. സിസ്റ്റർ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ താങ്ക് യു സിസ്റ്റർ. സോ മച്ച്. ആമേൻ. നന്ദി യേശുവി. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? പ്രൈസ് ലോർഡ് ബ്രദർ. ഞാൻ എന്റെ മോൾക്ക് പനി, തുമ്മല്, ബോഡി പെയിൻ, ഇങ്ങനെ കോൾഡ്, അങ്ങനെ ഇപ്പൊ എന്നോട് മരുന്ന് ചോദിച്ചു. ടാബ്ലറ്റ് എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ച ആ നിമിഷത്തിൽ തന്നെ ആ തുമ്മലും ബോഡി പെയിനും പനിയും അങ്ങനെ അത്യാദികൾ ഒറ്റയടിക്ക് അപ്പൊ തന്നെ മാറിപ്പോയി. ദൈവത്തിന് മഹത്വം. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു, വൻ കാര്യങ്ങൾക്ക് നന്ദി പറയുന്നു. കർത്താവ് സൗഖ്യമാ കൃപയ്ക്ക് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദർ, പറഞ്ഞു. എന്റെ കയ്യില് വേദന ഉണ്ടായിരുന്നു. ആ വേദന ഇപ്പം പ്രാർത്ഥിച്ചപ്പോൾ അത് മാറിപ്പോയി. ഓ, എത്ര നാളത്തെ സിസ്റ്റർ ബുദ്ധിമുട്ടായിരുന്ന വേദനയായിരുന്നു? അങ്ങനെ ഒരുപാട് നാളായിട്ടല്ല, ഇപ്പൊ കുറച്ചു നേരം കൊണ്ട് പിന്നെ വൈകുന്നേരം തുടങ്ങിയതാ. പക്ഷെ ഇപ്പൊ ഞാനത് ഈ വേദനയില്ല. പ്രാർത്ഥന ഇപ്പൊ ഇല്ല, ഓ, മാറിപ്പോയി. കർത്താവെ അങ്ങ് സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി പറയുന്ന, വേദന എടുത്ത് മാറ്റിയ കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, ഗോഡ് ബ്ലസ് യു. ആമേൻ. നന്ദി കർത്താവെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ് ബ്രദർ. പറഞ്ഞു സിസ്റ്റർ. ബ്രദറിന്റെ ആ ഷോർട്ട് മെസ്സേജ് ഒരുപാട് പേർക്ക് ഇഷ്ടാകുന്നുണ്ട്. ഒരാള് വണ്ടർഫുൾ എന്ന് എനിക്ക് റിപ്ലൈ തന്നു. ഓരോരുത്തർ ഭയങ്കര ഇഷ്ടമായിട്ട് അത് നല്ല മെസ്സേജ് ആന്റി എപ്പോഴും എനിക്ക് അയച്ചതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും സിസ്റ്റർ, ഞാൻ ഇടയ്ക്കൊന്ന് ബ്ലോക്ക് ആയിപ്പോയി. ഇന്ന് മുതൽ അത് വരും കേട്ടോ. ഇന്ന് മുതൽ വെച്ചാൽ നമുക്ക് ടൈമിൻ്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ടാണ് ആ ഷോർട്ട് മെസ്സേജും ഒത്തിരി ആൾക്കാർക്ക്. പ്രത്യേകിച്ച് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഒരു പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാം പറയാൻ കാരണം നമുക്കിപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ലൈവ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലും കൂടെ നമ്മൾ ലൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ അത് എനിക്ക് വന്നത് 1K 1000 പേരുടെ ഫോളോവേഴ്സ് വേണമെങ്കിൽ മാത്രമേ ലൈവ് എനിക്ക് വന്നത് ആഡാകുന്നുള്ളൂ. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഇൻസ്റ്റാഗ്രാമിലെ കാണുന്നവർ നിങ്ങളത് ഷെയർ ചെയ്തുകൊണ്ട് അതൊന്ന് ഫോളോ ചെയ്യാൻ നോക്കണം. കാരണം വെച്ചാൽ നമുക്കിന്ന് അതിലും കൂടെ ലൈവ്, കാര്യം ഒത്തിരി ആ ചെറുപ്പക്കാർ, തലമുറകളായിട്ടുള്ള ആളുകൾ ഒത്തിരി പേര് അതിൻ്റെ അകത്തുണ്ട്. നമുക്ക് അവരെ ആവശ്യമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഞാൻ കുറേ നാളത്തെ ചെയ്യാതിരുന്നതാണ്. പക്ഷേ അത് വീണ്ടും നമ്മൾ നമ്മുടെ തന്നെ പേജിലാണ്, ട്രൂ ലൈറ്റ് ജനറേഷൻ എന്നുള്ള ആ ഒരു പേരിൽ തന്നെയാണ്. നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. പ്രത്യേകിച്ച് കാണുന്നവർ ഒത്തിരി യൗവനക്കാർ അതിൻ്റെ അകത്ത് പല രീതിയിൽ ലോകത്തിൻ്റെയും പാപത്തിൻ്റെ ഒത്തിരി രീതിയിൽ അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ സുവിശേഷത്തിനായിട്ട് എല്ലാ പ്ലാറ്റ്ഫോം, ഒരു കാലത്ത് ഫേസ്ബുക്ക് ഉപയോഗിച്ചപ്പോൾ ഒത്തിരി ആൾക്കാർ പറഞ്ഞു ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ഭയങ്കര മ്ലേച്ഛമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു ഒത്തിരി ആളുകൾ യേശുവിലേക്ക് വരുവാൻ, പ്രത്യേകിച്ച് യൂട്യൂബും സോഷ്യൽ മീഡിയകളും നമ്മൾ ഈ സൂമിൽ കൂടുന്നതിനേക്കാൾ ഇരട്ടി ആളുകൾ ലൈവിൽ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യുന്നു. ഒത്തിരി തകർന്ന ഭവനങ്ങൾ സൗഖ്യങ്ങളാവുന്നു. ഒത്തിരി കുടുംബജീവിതങ്ങൾ യേശുവിലേക്ക് വരുന്നു. അത് വലിയൊരു മുഖാന്തരമാണ്. നിങ്ങൾ കൊടുക്കുന്ന ഓരോ ഷെയറും. ചിലപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പലരും പറഞ്ഞു ആത്മഹത്യ ചെയ്യാൻ പ്ലാൻ ചെയ്തവരൊക്കെ എന്ത് ചെയ്തു, അവർ യേശുവിലേക്ക് വരാൻ ഇടയായി. വലിയൊരു സാക്ഷ്യമാണ് ഇവർ. അവരൊരു ആരാധനയ്ക്ക് പോകുന്നവർ പോലുമല്ല, പക്ഷേ അവർ സോഷ്യൽ മീഡിയ വഴി യേശുവിനെ കണ്ടുമുട്ടി, സുവിശേഷം കേട്ടു, ബലപ്പെട്ടു. അങ്ങനെ സൗഖ്യമായൊരു നിരവധിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ സുവിശേഷം കാണുന്നവർ ഇത് ഷെയർ ചെയ്യുക. അനേകർക്ക് ഇത് കൊടുക്കണം. ഈ കേട്ട സാക്ഷ്യങ്ങൾ, ഈ കേൾക്കുന്ന സാക്ഷ്യങ്ങളൊക്കെയും ജീവനുള്ള യേശു നമ്മളിൽ പ്രവർത്തിക്കുന്നതാണ്. ഇത് നിസ്സാര കാര്യമല്ല. കർത്താവിൻ്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം നമ്മളെ ഒരുക്കുന്നതാണ്. വൻ കൃപകളാൽ സ്വർഗം നിറയ്ക്കും. ഞാൻ തൽക്കാലം നമ്മുടെ സാക്ഷ്യങ്ങൾ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു. നമുക്ക് നാളെ ബാക്കി സാക്ഷ്യം പറയണം. എന്തുകൊണ്ടെന്നാൽ സാക്ഷ്യം കേൾക്കുമ്പോൾ ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കും. ഗോഡ് ബ്ലെസ് യു പ്രിയരെ. നമുക്ക് ഒരുമിച്ച് പിന്നെയും നാളെ കൂടാം. ഈ ദിവസങ്ങളിൽ UK നമ്മുടെ പ്രാർത്ഥന ഇപ്പം എൻ്റെ ഉള്ളത്തിൽ പെട്ടെന്ന് വന്നതാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ വരുന്ന ഒരു ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഡിസംബറിന് മുമ്പ് ഒരു പ്രാർത്ഥന ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് ഞാൻ UK കൂടുന്ന ആൾക്കാർക്ക് അതിൽ നേരത്തെ ഞങ്ങൾക്ക് പറയാം. അതിൻ്റെ നോട്ടീസ് നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വൻ കൃപകളാൽ സ്വർഗം നിറയ്ക്കുമാറാകട്ടെ. ഇനി സാക്ഷ്യമുള്ളവർ പറയണം, മറക്കരുത്. ഈ മ്യൂട്ട് മാറ്റാൻ പറ്റാത്തവരുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ നമ്മുടെ പ്രെയർ ലൈനിലേക്ക് നിങ്ങളത് പറയുക. അവർ നിങ്ങളത് കണക്ട് ചെയ്യുന്നതായിരിക്കും. യേശു കൂടെയുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി ഇന്ന് കേട്ട വചനം മറക്കരുതേ. യേശുവിനെ, കർത്താവിൻ്റെ മേശ ഇനി കാണുമ്പോൾ നിങ്ങൾ അവിടെ പോയി നിങ്ങളുടെ ബലഹീനത പറയാൻ നിൽക്കരുത്. കണ്ട് ബലപ്പെട്ടോണം.
ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. നമുക്ക് ഒരുമിച്ച് കാണാം, ഒരുമിച്ച് വൻകൃപയാൽ ദൈവത്തെ സ്തുതിക്കാം, ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ലൈവിൽ കാണുന്ന